തിരുവചനത്തിൽ കേൾക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? परमेश्वर का वचन सुनने के लिए कितने लोग आनंदित വചനം हैं? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയുള്ളതാണ്. वचन दो धारी तलवार से भी द्वार है, അത് ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്തുവാനാണ്. अपने जीवन में बहुत बड़ा फर्क लाएंगे। രണ്ടാമത്തെ സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. दूसरा भजन संहिता आज हमने पढ़ा। ഈ സങ്കീർത്തനത്തിൽ ഒരു പുത്രനെ കുറിച്ച് പറയുന്നത് आमेन, നമുക്ക് हालेलुया। കാണുവാനിടയായി. इस भजन संहिता में पुत्र के बारे में कहता है। ഈ സങ്കീർത്തനം പറയുകയാണ്, ഹല്ലേലൂയ, നീ എൻ്റെ പുത്രൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. इस वचन संहिता में इस प्रकार कहता है, तू मेरा पुत्र, आज तुझे जन्म दिया है। ആമേൻ, ഹല്ലേലൂയ. ഈ വാക്യത്തെ എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. इस वचन को इब्राही के पहले अध्याय में कोट किया है। ഹല്ലേലൂയ. ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ പുത്രൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. वहाँ प्रकट करते पुत्र कौन है करके। ഇനി എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ മറ്റൊരു വാക്യം ഇങ്ങനെയുണ്ട്. इब्राही 1 में दूसरे एक आयत इस प्रकार है। തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും തന്റെ പ്രവാചകന്മാർ മുഖാന്തരം വെളിപ്പെടുത്തിയ ദൈവവചനം എന്നൊക്കെയാണ് പറയുന്നത്. पहले में इस प्रकार कहते परमेश्वर भाट में जो अपने याजकों से जो प्रकट किया जो पहली बार, ദൈവം ഒന്നിച്ചല്ല കാര്യങ്ങൾ വെളിപ്പെടുത്തി. परमेश्वर ने एक साथ नहीं कि सारे चीजें प्रकट किया, ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തിയത്. पार्ट बाय पार्ट। ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പഴയ നിയമത്തിൽ പുത്രനെ കുറിച്ച് വെളിപ്പാടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. कि पुराना नियम में पुत्र के बारे में एक प्रकाशन की बात हमने पढ़ा। ആരാണ് ഈ പുത്രൻ? कौन है पुत्र? യേശു ക്രിസ്തു. यीशु मसीह। പുതിയ നിയമത്തിലല്ല പുത്രൻ, ഹല്ലേലൂയ, വെളിപ്പെട്ടു വന്നത്. नया नियम में नहीं पुत्र प्रकट होके आया। പഴയ നിയമത്തിന്റെ താളുകളിലൊക്കെ നമുക്ക് ഒരു പുത്രനെ കാണാമായിരുന്നു. कि पुराना नियम के पन्नों में भी हम एक पुत्र को देख सकते हैं। യേശു കർത്താവ് തന്നെ ഒരിക്കൽ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നവരോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ലേ? कि यीशु मसीह ने स्वयं अपने आप को क्रिटिसाइज करने वालों की सवाल ക്രിസ്തു पूछा, ദാവീദിന്റെ പുത്രനെങ്കിൽ अगर मसीह दावीद का पुत्र है तो എന്തിനാണ് ദാവീദ് ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിച്ചത് എന്നൊരു ചോദ്യം യേശു കർത്താവ് ചോദിച്ചു. क्यों फिर दावीद ने मसीह को प्रभु करके बुलाया? ദാവീദിന്റെ മകനാണ് ക്രിസ്തുവെങ്കിൽ, यदि दावीद का बेटा है मसीह तो ഹല്ലേലൂയ, മക്കളെ ആരെങ്കിലും കർത്താവേ എന്ന് വിളിക്കുമോ? बच्चों को कोई मसीह परमेश्वर ദാവീദ് बुलाएगा? എന്താ വിളിച്ചതെന്ന് അറിയാമോ? उसने क्या बुलाया? ഹല്ലേലൂയ, ദൈവം എൻ്റെ കർത്താവിനോട് നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം വലതു ഭാഗത്തിരിക്ക എന്ന് പറഞ്ഞിട്ടില്ലയോ? അതിനകത്ത് ദൈവം കർത്താവിനോട് എന്ന് പറഞ്ഞപ്പോൾ वहाँ परमेश्वर प्रभु से कहता है, ദാവീദ് തന്റെ പുത്രനെ കർത്താവെന്നാണ് വിളിക്കുന്നത്. तो दावीद ने अपने पुत्र को परमेश्वर ഈ बुलाया। കർത്താവെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അല്ലെങ്കിൽ ഹിന്ദിയിൽ പ്രഭു എന്ന് പറയുന്ന വാക്കിന് कि जो हिंदी में हम प्रभु कहता है, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദമാണ് ലോർഡ്. अंग्रेजी में इस्तेमाल करते हैं लॉर्ड। ലോർഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? लॉर्ड जो पद है उसका अर्थ क्या है? മലയാളത്തിൽ കർത്താവ് അല്ലെങ്കിൽ ഹിന്ദിയിൽ പ്രഭു. ഹല്ലേലൂയ. कि हिंदी में प्रभु कहता है। ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? सबको समझ में आ रहा है? അപ്പോൾ മോശ ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു. मूसा ने परमेश्वर के सवाल पूछा। മുൾപ്പടർപ്പിൽ വെളിപ്പെട്ടു വന്നവനോട് ഒരു ചോദ്യം ചോദിച്ചു. जो भूसा में जो अंगार के साथ प्रकट हो उससे पूछा, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. तेरा नाम क्या അവൻ है? പറഞ്ഞു കൊടുത്ത പേരാണ്, उसने बता के दिया, ഞാനാകുന്നവൻ ഞാനാകുന്നു, मैं जो हूँ सो हूँ, ഞാൻ നിങ്ങളുടെ കർത്താവാണ്. मैं तुम्हारा प्रभु हूँ, I am your Lord. मैं तुम्हारा प्रभु हूँ। പഴയ നിയമത്തിൽ യാവേ, യഹോവ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? पुराने में यावे ആ यहोवा कहते പദത്തിന്റെ हैं। അർത്ഥം എന്താണെന്നറിയാമോ? उस पद का अर्थ क्या है? ലോർഡ് എന്നാണ്, കർത്താവെന്നാണ്. कि प्रभु है करके। ഹല്ലേലൂയ. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും पुराना नियम में हो या नया नियम में हो, അദർശനായ ദൈവത്തെ कि अनदेखा परमेश्वर को നമുക്ക് കാണത്തക്കവണ്ണം എപ്പോഴും വെളിപ്പെടുത്തിയത് ആരാന്നറിയാമോ? कि हम देख पाए उस प्रकार कौन प्रकट किया? പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലാണെങ്കിലും कि पूरा नया नियम में नहीं, पुराना नियम में भी അദർശനായ ദൈവത്തെ ശരീരരൂപത്തിൽ വെളിപ്പെടുത്തിയത് പുത്രനാണ് അല്ലെങ്കിൽ കർത്താവാണ്. कि जो नहीं देख सकते परमेश्वर को जो शरीर में प्रकट किया वो है पुत्र मसीहा। അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞത്. इसके लिए साम्स 23 में कहते हैं परमेश्वर यहोवा मेरा चरवाहा है। നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ആ വാക്യം പറയുന്നത്? अंग्रेजी में किस प्रकार कहते हैं? ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ലോർഡ്, കർത്താവ് എന്നാ പറയുന്നത് അല്ലേ? कि കർത്താവ് എൻ്റെ ഇടയനാകുന്നു. वहाँ इस प्रकार कहते हैं प्रभु मेरा चरवाहा है। യോഹന്നാൻ 10-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 10 में यीशु मसीह ने कहा, ഞാൻ നല്ല ഇടയനാകുന്നു. कि बोलते मैं अच्छा चरवाहा हूँ। അപ്പോൾ ആ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ കർത്താവും
യോഹന്നാൻ 10 പറയുന്ന നല്ല ഇടയനും ഒരാൾ തന്നെയാണ്. तो भजन संहिता 23 में कहने वाला प्रभु और യോഹന്നാൻ 10 में कहने वाला एक ही है. അപ്പം പുതിയ നിയമത്തിൽ മാത്രമല്ല പുത്രനുള്ളത്, तो नया नियम में ही नहीं पुत्र है, നിയമത്തിൽ തന്നെ പുത്രനുണ്ട്. पर पुराना नियम में भी पुत्र है. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദാവീദിന് വെളിപ്പാട് കിട്ടിയിരുന്നു. दावीद को प्रकाशन मिला था ദാവീദ് തന്റെ പുത്രനാണ് മെസ്സിഹ എന്നറിയാമെങ്കിലും कि इसके लिए उसको पता था अपना पुत्र है ദാവീദ് मसीह. അവനെ വിളിക്കുന്നത് കർത്താവേ എന്നാ വിളിക്കുന്നത്. कि दावीद ने उसे प्रभु बुलाया. നീ യെശയ്യാ പ്രവാചകനാണെങ്കിലോ यशायाह भविष्यद्वक्ता ने യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു, यशायाह भविष्यद्वक्ता ने इस प्रकार कहा, നമുക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു, हमें एक पुत्र जन्म हुआ അവൻ है, അത്ഭുത മന്ത്രി, वो अद्भुत मंत्री, വീരനാം ദൈവം, कि वीर परमेश्वर, നിത്യപിതാവ്, अनंत परमेश्वर पिता, ഓ സമാധാന പ്രഭു എന്ന് പേര് വിളിക്കും. शांति का प्रभु कह के बुलाएगा. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. हमें एक पुत्र जन्म അപ്പൊ हुआ നമുക്ക് है. ജനിച്ച മകനെ, हमें जो जन्म हुआ पुत्र, ഹല്ലേലൂയ, നമ്മുടെ മകനാണെങ്കിലും हमारा बच्चा है അവൻ तो भी കേവലം സാധാരണക്കാരനായ ഒരു മകനല്ല. वो एक साधारण बेटा नहीं है. യെശയ്യാ പറയാണ്, यशायाह कहता അവൻ है വീരനാം ദൈവമാ. वो वीर परमेश्वर है. ഹലോ, എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിന്റെ തലേ ആഴ്ചകളിൽ അടയാളങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? യെശയ്യാവിലൂടെ ഒക്കെ വെളിപ്പെട്ട അടയാളങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. मुझे इस प्रकार याद है कि पासवान जाने से पहले यशायाह में जो परमेश्वर चिन्ह दिया था उसके बारे में कहा യെശയ്യാ था. പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെയുള്ള ഒത്തിരി അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. यशायाह भविष्यद्वक्ता में से बहुत सारे चिन्ह हम देखते हैं. യെശയ്യാവ് ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഹല്ലേലൂയ പ്രവചിച്ച് കഴിഞ്ഞിട്ട് പറയുക, അതിനൊരു അടയാളം കൂടെ തരാം. कि यशायाह कुछ चीजों को भविष्यवाणी देने की बात कहते हैं, उसके लिए मैं एक चिन्ह दूंगा. ഹല്ലേലൂയ, നിന്നെ എതിർക്കുന്ന രാജ്യം ശിഥിലമാകാൻ പോകുക, तुझे जो विरुद्ध करने वाला राज जो है नाश होने പക്ഷെ वाला അതിനൊരു है, അടയാളം തരാം. लेकिन उसके लिए एक चिन्ह എന്താ देता हूं. അടയാളം? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. उसका एक चिन्ह क्या है कि कुंवारी गर्भवती बन के एक बच्चे को जन्म നടക്കാൻ देगा. പോകുന്ന കാര്യം വളരെ ചെറുത്, कि होने वाली बातें बहुत छोटा, പക്ഷെ അടയാളം ഒത്തിരി വലുത്, ഒരിക്കലും സംഭവിക്കാത്തത്, അസാധാരണമായ അടയാളം. और चिन्ह ऐसा है कि जो कभी नहीं हो सकते, असंभव वाली എന്നിട്ട് चिन्ह. യെശയ്യാവ് പറഞ്ഞു, और यशायाह कहता है ഞാനും എന്റെ മക്കളും ഒരു അടയാളമാണ്. मैं और मेरे बच्चे एक चिन्ह है. യെശയ്യാവ് തന്റെ കുടുംബജീവിതത്തിൽ തന്നെ അത് അപ്ലൈ ചെയ്യുകയാണ്. यशायाह अपने कुटुंब जीवन में उसको अप्लाई करता തനിക്കും है. തന്റെ ഭാര്യയ്ക്കും ഉണ്ടാകുന്ന മക്കളെ തന്നെ അവനൊരു അടയാളമാക്കി കാണിക്കുകയാണ്. और यशायाह अपने होने वाली पत्नी और बच्चों को एक चिन्ह के हिसाब से പക്ഷേ बताता है. അത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. वो केवल एक उदाहरण था. യെശയ്യാവിന്റെ മക്കൾ വീരനാം ദൈവമല്ല, ആണോ? അല്ല. यशायाह के जो बच्चे हैं वीर परमेश्वर नहीं है. യെശയ്യാവിന് അറിയാം ഇവര് കേവലം നിഴലാണ്. यशायाह जानते ये केवल एक परछाई है. എന്നാൽ ഒറിജിനൽ ആയിട്ടുള്ള വീരനാം ദൈവം ഈ ഭൂമിയിൽ ഒരു മകനായി പിറക്കും. उनको पता था कि एक हकीकत में जो वीर जो परमेश्वर इस पृथ्वी में जन्म लेगा, കന്യക ഗർഭിണിയായ ഒരു മകനായി പിറക്കും. कि कुंवारी के द्वारा एक पुत्र का जन्म होगा. പ്രിൻസ് ഓഫ് പീസ് ആയിരിക്കും, ശാന്തിയുടെ രാജകുമാരനായിരിക്കും. शांति का राजकुमार ഓ होगा. ഹല്ലേലൂയ, കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथों गुटे के परमेश्वर धन्यवाद दो. ചെറിയ അത്ഭുതമല്ല യെശയ്യാവ് പറയുന്നത്. कि एक छोटा चमत्कार नहीं यशायाह അങ്ങനെ कहता പഴയ है. നിയമത്തിൽ പല ഭാഗത്ത് നമുക്ക് ഈ പുത്രനെ കാണാം കേട്ടോ. ऐसे पुराना नहीं, बहुत बार हम पुत्र को देख सकते ദാനിയേൽ हैं. പ്രവാചകൻ കാണുന്നുണ്ട്, വെളിപ്പാട് കാണുന്നുണ്ട്, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ദാനിയേൽ കണ്ടെന്ന്. ഹല്ലേലൂയ. दानियेल ने इंसान के समान एक व्यक्ति को दर्शन में मनुष्य देखा. का पुत्र का समान एक व्यक्ति को हालेलुया दानिയേൽ ने उसका दर्शन में देखा. അപ്പോൾ ഇത്ര ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. तो मैंने कितना उदाहरण ഈ बताया. ഉദാഹരണങ്ങളിലെല്ലാം നമ്മൾ ഒരു പുത്രനെ കാണുന്നുണ്ട്. इन सब उदाहरणों में हमने एक पुत्र को देखा. ആരാണ് ഈ പുത്രൻ? कौन है पुत्र? പഴയ നിയമത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തുവാണ്. पुराना नियम में प्रकट हुआ यीशु मसीह ഞാൻ है. പറഞ്ഞല്ലോ, ദൈവം ഭാഗമായിട്ടാണ് ഇത് വെളിപ്പെടുത്തിയത്. कि परमेश्वर जो पार्ट बाय पार्ट इसे എല്ലാം കൂടെ प्रकट किया है. ഒന്നിച്ചങ്ങ് പറഞ്ഞു കൊടുക്കുകയായിരുന്നില്ല. सब एक साथ नहीं. ആദാമിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ദൈവത്തെ കുറിച്ച് അറിയത്തുള്ളായിരുന്നു. आदम को परमेश्वर के बारे में बहुत सीमित बातें पता था. ആദാമിന് അറിയാവുന്ന ദൈവം आदम जो जानने वाला വളരെ परमेश्वर, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറിവ്. वो बहुत ही लिमिटेड एक ज्ञान था. കാരണം ദൈവം ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തിയത്. परमेश्वर ने पार्ट बाय पार्ट उसे प्रकट किया है. വർഷിപ്പിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ്, തിയോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജിയാണ് റെവലേഷൻ എന്നുള്ളത്. कि वर्शिप के समय में पासवान ने कहा कि थियोलॉजी बहुत ही मुख्य बात है रेवलेशन. God reveals himself. ദൈവം തന്നെ താൻ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. परमेश्वर अपने आप को प्रकट करता है. ഹല്ലേലൂയ. ഈ യുക്തിവാദികളൊക്കെ സാധാരണ ഇങ്ങനെ ചോദിക്കത്തില്ലേ?
युक्तिवादी इस प्रकार पूछता ഈ है ദൈവം എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടോ, അത് എന്തിയെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയത്തില്ലേ. कि परमेश्वर है क्या, उसको कभी देखा नहीं है. പക്ഷെ അങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല സത്യദൈവം. हकीकत में सच्चाई का परमेश्वर ऐसा चुप के बैठने वाला नहीं है. അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമാണ് സത്യദൈവം. उसे खोजने वालों के लिए प्रकट होकर आने वाला परमेश्वर सच्चाई का परमेश्वर. അതുകൊണ്ടാണ് കോടാനുകോടി വിശ്വാസികൾ ഇന്ന് പറയുന്നത് ഞങ്ങൾ ദൈവത്തെ കണ്ടവരാ, ഞങ്ങൾ അനുഭവിച്ചവരാ. इसके लिए करोड़ों विश्वासी इस प्रकार कहते हैं कि हमने परमेश्वर को देखा है, उसे अनुभव किया है. അബ്രഹാമിനെ കുറിച്ചൊരു വാക്യം അങ്ങനില്ലേ? अब्राहम के बारे में ऐसे एक आयत है. തേജോമയനായ ദൈവത്തെ കണ്ടെന്നാ പറയുന്നത്. अब्राहम जो तेजस से भरा परमेश्वर को देखा. മോശയെ കുറിച്ചൊരു വാക്യമില്ലേ? मूसा के बारे में आयत മോശ है അദർശ ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ചു. कि मूसा ने जो अनदेखा परमेश्वर को देखा समान विश्वास किया. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? अगले के आयत में क्या कहता है? എന്നിട്ട് പറയുന്നത് ദൈവത്തിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയെന്നല്ല, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. उसके बाद अगले आयत में लिखते हैं कि पर मसीह का जो निंदा है वो धन बन के समझा. മോശയുടെ കാലമായപ്പോഴത്തേക്ക് जो मूसा का काल में റെവലേഷന്റെ ഒരു ഗ്രോത്ത് ഉണ്ടായി. रेवलेशन में एक ग्रोथ हुआ. ഒരു പുത്രൻ ഉണ്ടെന്നുള്ളൊരു ഗ്രോത്ത്, एक पुत्र है बोल के, ക്രിസ്തു ഉണ്ടെന്നൊരു ഗ്രോത്ത്. मसीह है करके. ആദമിന് അത് അറിയില്ലായിരുന്നു. आदम को पता नहीं था. ആദം കണ്ടത് സർവശക്തനായ ദൈവം. आदम ने देखा सर्वशक्तिमान അവനെ परमेश्वर. ആദം വിളിച്ചത് ഏലിയോൻ എന്ന പേരായിരുന്നു. उसको आदम जो बुला एलियोन बोल के नाम. ഏലിയോൻ, എലോഹി എന്നൊക്കെ പറഞ്ഞ പദങ്ങളൊക്കെ ദൈവത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. एलियोन एलोही ये सब जो परमेश्वर को बताता है. ഏലിയോൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? एलियोन जो पद का अर्थ क्या है? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിലൊക്കെ ദൈവം തന്നെ താൻ വെളിപ്പെടുത്തുന്നത് ആ ഒരു പേരിലാണ്. उत्पत्ति के आरंभ में परमेश्वर अपने आप को प्रकट करता है उसी नाम ഏലിയോൻ से. എന്ന പദത്തിന്റെ അർത്ഥം एलियोन जो पद का अर्थ സർവശക്തനായ ദൈവം. सर्वसामर्थ्यशाली परमेश्वर. കോമ്പറ്റീഷൻ ഇല്ല അവനുമായിട്ട് ആർക്കും. उसके साथ तुलना कोई और नहीं है. ആദമിന്റെ കാലത്തെ आदम के समाज में ദൈവത്തെ ആരും മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഒരു ദൈവം. आमेन आमेन हालेलुया. इंसान ने दूसरा कोई परमेश्वर को नहीं बनाया, एक ही परमेश्वर ആദ്യ है. മാതാപിതാക്കന്മാർ ഒത്തിരി ദൈവങ്ങളെ കണ്ടിട്ടില്ല. पहले के माता पिताओं ने बहुत सारे परमेश्वर को नहीं देखा. അവരുടെ മുമ്പിൽ ഒരു ദൈവമേ ഉള്ളൂ. उनके सामने एक ही परमेश्वर है. സൃഷ്ടികർത്താവാകുന്ന ഏലിയോനാകുന്ന സർവശക്തനായ ദൈവം. किस जो सृष्टि करता है एलियोन है सर्वशक्तिमान परमेश्वर. അതുകൊണ്ട് ആരംഭ കാലഘട്ടങ്ങളിൽ इसके लिए आरंभ के दिनों में ഒത്തിരി ആളുകൾ ഈ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. इसके लिए बहुत सारे लोग हैं जो सर्वशक्तिमान परमेश्वर का आराधना करता था. വേദപുസ്തകത്തിൽ അതിന് തെളിവുകളും ഉദാഹരണങ്ങളും ഉണ്ട്. कि वचन में उसके लिए चिन्ह और उदाहरण है. എന്നോട് ചിലരൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. कुछ लोगों ने इस प्रकार पूछा है ഈ മോശയുടെ അമ്മായപ്പൻ ഇത്രോ പുരോഹിതനായിരുന്നു. ആരുടെ പുരോഹിതനായിരുന്നു? कि इस मूसा का जो ससुर जो इत्रो है वो याजक था क्या? किसका याजक था? ആരുടെ പുരോഹിതനായിരുന്നു? किसका याजक था? ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ അബ്രഹാം ദശാംശം കൊടുത്ത മൽക്കീസദേക്ക് എന്ന് പറയുന്ന പുരോഹിതൻ ആരുടെ പുരോഹിതനായിരുന്നു? उसी प्रकार अब्राहम ने जो मस्जिद को जो ताइद दिया वो किसका याजक था? മൽക്കീസദേക്ക്. मलकीसेदेक. അവനെ കുറിച്ച് അവൻ പുരോഹിതനായിരുന്നു എഴുതിയിട്ടുണ്ടല്ലേ? वहाँ लिखा है कोई याजक था. അബ്രഹാം അവന് ദശാംശം കൊടുത്തു എഴുതിയിട്ടുണ്ട്. कि अब्राहम ने उसको दशांश दिया. അപ്പൊ ഈ അബ്രഹാമിനെ ദൈവം വിളിച്ച സമയത്തും जो अब्राहम को परमेश्वर ने बुलाया മറ്റു പല സ്ഥലങ്ങളിൽ काफी सारे जगहों पे ഹല്ലേലൂയ സത്യ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. सच्चाई के परमेश्वर को आराधना करने वाले थे. അബ്രഹാം എന്ന ഒരു വ്യക്തി മാത്രമല്ല ആ കാലഘട്ടത്തിൽ സത്യദൈവത്തെ ആരാധിച്ചിരുന്നത്. उस दौर में केवल अब्राहम अकेला नहीं है जो सच्चाई का परमेश्वर की आराधना किया. ഹല്ലേലൂയ. हालेलुया. കേൾക്കുന്നുണ്ട് ഞാൻ कितने പറയുന്നത്? लोग सुन रहे हैं? ആമേൻ. പല ആളുകളുണ്ട് അങ്ങനെ സത്യദൈവത്തെ ആരാധിക്കുന്നവർ. काफी सारे लोग थे ऐसे सच्चाई के परमेश्वर को आराधना करते. എന്താണെന്നറിയാമോ? देखिए अब्राहम का खासियत क्या था? അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. हालेलुया. अब्राहम को परमेश्वर ने बुला के अलग किया. എന്തിനു വേണ്ടി വേർതിരിച്ചു? क्यों अलग किया? തനിക്ക് വേണ്ടി ഒരു ജനതയെ ഉണ്ടാക്കാൻ വേണ്ടി. उसके लिए एक प्रजा को तैयार करने के लिए അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ കൊടുത്തു. वो अब्राहम को वादे दिया. ആ ഇസ്ഹാക്കിന് വാഗ്ദത്തങ്ങൾ കൊടുത്തു. इसहाक को वादा दिया. അവന്റെ മകൻ യാക്കോബിന് വാഗ്ദത്തങ്ങൾ കൊടുത്തു. उसका बेटा याकूब को वादा दिया. തലമുറയിൽ നിന്ന് ദൈവം ഒരു നേഷനെ ഉണ്ടാക്കി. उस पीढ़ी से परमेश्वर ने एक देश को അതേ बनाया. സമയത്ത് മറ്റിങ്ങനെയുള്ള ഭക്തന്മാരുണ്ടെന്നേ. वहाँ दूसरे भी भक्त लोग थे. ഇത്രോവിനെ പോലെ, इत्रो के समान, മൽക്കീസദേക്കിനെ പോലെ, मलकीसेदेक के समान അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ തന്നെ अब्राहम के दौर में ദൈവത്തെ ആരാധിക്കുന്ന सच्चाई के परमेश्वर की आराधना करने वाला അനേകർ ഭൂമിയിലുണ്ട്. बहुत सारे लोग थे. ഹല്ലേലൂയ. ഇയ്യോബ്
आयुब ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്? कौन से दौर में जिए थे? നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറില്ല മനസാക്ഷി യുഗത്തിൽ ജീവിച്ച യോബെന്ന്. മനസാക്ഷി യുഗം എന്താ പറയുന്നത്? ഹല്ലേലൂയ. നമ്മുടെ വേദവസ്തുത്തിൽ പല യുഗങ്ങളായിട്ടാണ് കാലങ്ങളെ തിരിച്ചിട്ടുള്ളത്. ये वचन में काफी युगों के हिसाब से काल को बदला है. അതിനകത്ത് ഒരു യുഗമാണ് മനസാക്ഷി യുഗം. उसमें से एक है जो अपना हालेलुया कॉन्साइंस होते हैं, कॉन्शियस से जीना. हालेलुया. ആ യുഗം അതിന്റെ പ്രത്യേകത എന്താ? उसका खासियत क्या है? അത് ബൈബിൾ എഴുതുന്നതിന് മുമ്പുള്ള സമയമാണ്. ബൈബിൾ ഇല്ല. उस समय बाइबल नहीं था. മോശ ബൈബിൾ എഴുതുന്നതിന് മുമ്പ് വേദപുസ്തകം ഉണ്ടോ? कि मूसा बाइबल लिखने से पहले वचन था क्या? പിന്നെ ആളുകൾ എങ്ങനെ ജീവിച്ചത്? फिर लोगों ने कैसे जिया? അവരുടെ മനസാക്ഷി തന്നെ उनका जो कॉन्शियस जो है അവർക്കൊരു ന്യായപ്രമാണമാണ്. वो उनके लिए एक वाचा है. ഹല്ലേലൂയ. എന്നാൽ ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോഴോ लेकिन व्यवस्था आने के बाद ഒരു പുതിയ യുഗം ഉണ്ടാകുക മോശയിലൂടെ അല്ലേ? അതിന് ന്യായപ്രമാണ യുഗം എന്നാണ് വിളിക്കുന്നത്. एक नया युग तैयार हुआ, उसको बोलते हैं व्यवस्था का युग. അപ്പൊ മോശയുടെ മുമ്പുള്ള ഒരു വലിയ കാലഘട്ടത്തെ മനസാക്ഷി യുഗം എന്നാണ് വിളിച്ചിരുന്നത്. उससे पहला जो चलता था वो था कॉन्शियस, जो आत्मा का हिसाब से चलता था. शुद्ध विवेक जो होते हैं उस विवेक का जो हालेलुया युग कहते हैं उसको. हालेलुया. അതിനെ ശുദ്ധ വിവേകിന്റെ യുഗം എന്ന് പറയും. ആമേൻ. അപ്പോൾ മനസാക്ഷി യുഗത്തിലാണ് യോബ് ജീവിച്ചിരുന്നത്. तो शुद्ध विवेक का युग में യോബ് ने जिया था. അബ്രഹാമിന്റെയോ മൽക്കീസേദെക്കിന്റെയോ യിത്രോവിന്റെയോ ഒക്കെ അതുപോലുള്ള സമകാലികനായിട്ടാണ് യോബ് ജീവിച്ചിരുന്നത്. अब्राहम का, मल्कीसेदेक का, यित्रो का वैसे काल में. ഇനി പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? मैं जो कह रहा हूं उसका अर्थ आपको समझ में आ പക്ഷേ रहा ആ है. കൂട്ടത്തിൽ അബ്രഹാമിനെ ദൈവം ഒരു സ്പെഷ്യൽ പർപ്പസോടെ വിളിച്ചു വേർതിരിക്കുവാനിടയായി. लेकिन उस दौड़ में परमेश्वर ने अब्राहम को एक खास मकसद से ഉൽപ്പത്തി बुलाया. പുസ്തകത്തിൽ അറിയുന്ന പേരെന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം എന്നാ. उल्पत्ति में जो नाम जाना जाता है सर्वशक्तिमान परमेश्वर. അബ്രഹാമിന്റെ കാലമായപ്പോഴേക്കും अब्राहम के दौर में അബ്രഹാം ദൈവത്തെ മറ്റൊരു കണ്ണോടുകൂടെ അറിവോടുകൂടെ മനസ്സിലാക്കാൻ തുടങ്ങി. कि अब्राहम ने परमेश्वर को दूसरी दृष्टिकोण से जानने लगा. അബ്രഹാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഹല്ലേലൂയ ഒരു റെവലേഷനാണ്. अब्राहम का एक खास प्रकाशन था ദൈവം എന്റെ അഡോണായിയാണ്, എന്റെ ഉടമസ്ഥനാണെന്നുള്ളൊരു അറിവ്. कि परमेश्वर मेरा अडोनाई है, वो मेरा ഞാൻ मालिक है. കർത്താവിന്റെ വകയാണെന്നുള്ളൊരു അറിവ്. मैं परमेश्वर का हिस्सा है. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. कि मुझे सुनने वाले परमेश्वर के बच्चों, आज आपको परखना നാം है. അവന്റേതാണ് കേട്ടോ. हम उसका है. आमीन. ഒരു ഉടമസ്ഥനുണ്ട്. हमें एक मालिक है. അഡോണായി എന്ന് വിളിക്കുന്ന ഒരു ഉടമസ്ഥൻ. अडोनाई बुलाने वाला एक എന്നാൽ मालिक. അതുകൊണ്ട് തീർന്നില്ല. लेकिन उससे समाप्त नहीं ഒരു होता. ഉടമസ്ഥനും ഒരു അടിമയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അബ്രഹാമും ദൈവവും തമ്മിലുള്ളത്. कि एक मालिक और दास का रिश्ता नहीं था अब्राहम और परमेश्वर के साथ. അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു സ്നേഹബന്ധമായിരുന്നു. अब्राहम और परमेश्वर के साथ एक प्रेम का रिश्ता था. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ उल्पत्ति की किताब में ദൈവം പറഞ്ഞു അബ്രഹാം എന്റെ സ്നേഹിതനാ. उल्पत्ति में परमेश्वर ने कहा अब्राहम मेरा मित्र है. അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും अगर वैसे लिखे नहीं रखा പിന്നീട് कभी. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ പറയുന്ന ഒരു വാക്കാണ് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. उसके आगे वचन में इस प्रकार कहते हैं कि अब्राहम परमेश्वर का मित्र था. അപ്പൊ അബ്രഹാമിന് കിട്ടിയ ഒരു റെവലേഷൻ എന്താ? तो अब्राहम को मिला हुआ प्रकाशन क्या था? അബ്രഹാമിന് കിട്ടിയ റെവലേഷൻ ഈ ദൈവം എന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. कि उसको यह प्रकाशन मिला, ये जो परमेश्वर है मेरा मित्र बनना चाहता है. ഞാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. मेरे साथ एक रिश्ता साबित करना चाहता എന്റെ है. വീട്ടിൽ എന്റെ കൂടാരത്തിൽ വരാൻ താല്പര്യമുള്ള ഒരു ദൈവമാണ്. कि मेरे घर में, मेरे तंबू में आने का इच्छा रखने वाला परमेश्वर. എന്നോട് കൂടെ ഭക്ഷണം കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. मेरे साथ भोजन करने को इच्छा रखने वाला परमेश्वर. അബ്രഹാമിന്റെ വീട്ടിൽ സന്ദർശകനായി വന്ന ഒരു ദൈവം. कि अब्राहम के घर में आया हुआ एक परमेश्वर. പക്ഷെ ആദ്യമായിട്ട് ആ ഒരു വ്യക്തിയായിരിക്കാം ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത്. कि हो सकते वचन में पहला वो व्यक्ति जिसमें इस प्रकार लिखा वो परमेश्वर का मित्र बना. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിലായിരിക്കുന്ന സമയത്ത് ചെന്ന സഭകളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. कि जब परमेश्वर का दास ओमान में था, वहां सारे कलीसिया में इस प्रकार का ദൈവം ഹല്ലേലൂയ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം അവനെ ആരാധിക്കണമെന്നല്ല, कि हम परमेश्वर हमसे ये नहीं चाहते हम उसके आराधना करें, നാം അവനെ സ്നേഹിക്കണമെന്നാണ്. हम उससे प्रेम करना എത്ര है. പേർക്ക് അതറിയാം? कितने लोगों को जानते हैं? आमीन. ദൈവം നമ്മളോട് പറഞ്ഞില്ല ബി എ ഗുഡ് വർഷിപ്പർ എന്ന് പറഞ്ഞില്ല. परमेश्वर इस प्रकार ने कहा कि एक अच्छा आराधना करने वाला बनो. ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്നൊരു ചോദ്യം വന്നപ്പോൾ യേശു പറഞ്ഞു, कि सबसे बड़ा आज्ञा कौन सा पूछते? यीशु ने നിന്റെ कहा ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും എന്ത് ചെയ്യണം?
ആരാധിക്കണം എന്നാണോ? അല്ല, സ്നേഹിക്കണം. कि इस प्रकार ने बोला जा रहा है परमेश्वर को पूरे दिल से, पूरी शक्ति से, पूरे मन से आराधना नहीं, प्रेम करने को कहा പത്രോസിനോട് है। കർത്താവ് ചോദിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് അല്ലേ? कि पत्रोस को परमेश्वर पूछा तू मुझसे प्रेम ദൈവം करता है क्या? ആഗ്രഹിക്കുന്നത് നമ്മൾ അവനെ ഒത്തിരി Amen. സ്നേഹിക്കണം. परमेश्वर क्या चाहते हैं? हम उसे बहुत प्रेम करें। താങ്ക് യു ജീസസ്. Hallelujah. ഹല്ലേലൂയ. ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. एक रहस्य मैं आपको कहता हूँ, ഒത്തിരി ദൈവമക്കളുണ്ട്. बहुत से परमेश्वर के बच्चे അവർ हैं, വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവരാ. वो विश्वास जीवन में बहुत स्ट्रगल करता है, അവർക്ക് പാപത്തെ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. उनको पाप को जीतना बहुत मुश्किल है। പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞു തരാം. लेकिन पासवान को समझो, एक बात कहता है, ഹല്ലേലൂയ. ആ സ്ട്രഗിളിന് കാരണം എന്താണെന്നറിയാമോ? वो स्ट्रगल का कारण क्या है? അവർ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല, ജസ്റ്റ് ആരാധിക്കുന്നവരാണ്. आमेन, हालेलुया। वो क्यों संघर्ष कर रहे? क्योंकि वो परमेश्वर को प्रेम नहीं करते, वो सिर्फ परमेश्वर की आराधना करते हैं। आमेन, आमेन, हालेलुया। परमेश्वर को प्रेम करना शुरू करेगा तो ഹല്ലേലൂയ. നമുക്ക് ഈ പറഞ്ഞ പ്രലോഭനങ്ങളൊന്നും ഒന്നുമല്ലെന്ന് തോന്നും. फिर ये जो हमारे जो भी टेम्पटेशन आते हैं, हमें कुछ भी नहीं लगेगा। The question is, do you love Jesus? सवाल ये है कि आप परमेश्वर से प्रेम करता है? നിങ്ങൾ എത്ര പേർ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്? आप में से कितने लोग परमेश्वर से प्रेम करता है? आमेन। യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ अगर परमेश्वर से प्रेम करते तो നമ്മൾ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയല്ല വിശ്വസിക്കുന്നത്. आमेन, हालेलुया। फिर हम स्वर्ग में जाने के लिए नहीं विश्वास करते, നരകത്തിൽ ഇടുന്ന് പേടിച്ചിട്ടല്ല നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത്. नरक में डालेगा सोच के डर के नहीं हम आराधना में നമ്മൾ आता है। പാപത്തെ ജയിച്ച് ജീവിക്കുന്നത് ഹല്ലേലൂയ നരകത്തിൽ പോകുന്ന ഭയന്നിട്ടല്ല. पाप को जीत के इसके लिए हम नहीं जीते कि नरक में जाएगा। പിന്നെന്തുകൊണ്ടാണെന്നറിയാമോ? फिर क्यों? നമുക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്. हमें परमेश्वर से बहुत प्रेम है। आमेन। നിങ്ങൾ ആ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ? आपने प्रेम को अनुभव किया है അങ്ങനെ क्या? സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ ऐसे प्रेम को अनुभव करेगा, നിങ്ങളുടെ വിശ്വാസ ജീവിതം വളരെ എളുപ്പമാകും. हमारा विश्वास जीवन बहुत You will आसान never है। be a struggling Christian. आप कभी भी संघर्ष करने वाला मसीह नहीं। സ്ട്രഗ്ലിംഗ് ക്രിസ്ത്യൻ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷനാ, പാപത്തെ ജയിക്കൂ, എന്ത് ബുദ്ധിമുട്ടാ പാസ്റ്റർ എന്നൊക്കെ പറയും. पासवान से काफी सारे बोलते ना कि जो स्ट्रगल करने वाला, संघर्ष करने वाला मसीहों को देखा है। സത്യം പറയാം, നിങ്ങൾ ആഴമായി യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ हकीकत कहता अगर आप गहराई में परमेश्वर से प्रेम करेगा तो നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതം വലിയ എളുപ്പമാകും. आपको मसीह जीवन बहुत आसान ഞാൻ रहेगा। എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് मैं हमेशा कहा इस प्रकार, ഉൽപ്പത്തി പുസ്തകം 29:20 വാക്യം. कि उल्पत्ति 29 का 20, യാക്കോബിന് റേച്ചലിനോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. वहाँ याकूब को रेचल से जो प्रेम है उसके बारे में कहता है। അവൻ അവളെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ട് उसने उससे उतना प्रेम किया कि യാക്കോബിന് 7 വർഷം കുറെ ദിവസങ്ങൾ പോലെ തോന്നിയെന്ന. उसको 7 साल कुछ दिनों जैसा लगा। ഒത്തിരി സ്നേഹം ഉണ്ടായതുകൊണ്ട് 7 വർഷം അവന് 7 ദിവസം പോലെ തോന്നി. ज्यादा प्रेम था बोल के 7 साल उसको 7 दिन जैसा സ്നേഹമില്ലെങ്കിലോ लगा। अगर प्रेम नहीं 7 रहता तो ദിവസം 7 വർഷം പോലെ തോന്നും അല്ലേ? कि 7 दिन 7 साल समान लगता था। ശരിയാണ് ഞാൻ പറയുന്നത്. सही है कि नहीं? സ്നേഹമില്ലാത്ത ഒത്തിരി കുടുംബജീവിതങ്ങളുണ്ട്. कि बिना प्रेम का बहुत कुटुंब जीवन है। എന്ത് പാസ്റ്റർ എത്ര വർഷമായി ഞാനിങ്ങനെ സഹിക്കുന്നെന്നാ പറയുന്നത്. അവർക്ക് 7 ദിവസം 70 വർഷം പോലെ തോന്നുന്നു. इस प्रकार कहते हैं पासवान यो, कितने ये साल धीरे से मैं धीरे ये बोझ को उठा रहा हूं, उनको 7 दिन 7 साल जैसा എന്നാ लगता है। സ്നേഹമുണ്ടെങ്കിലോ अगर प्रेम है तो അങ്ങനെയല്ലേ വാക്യം അല്ലേ? ऐसा है ना അപ്പൊ वचन। സ്നേഹമുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്നേഹം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതം വളരെ ഈസിയായി മാറും. अगर प्रेम है तो प्रेम प्रकट हुआ तो आपको मसीह എന്റെ जीवन ചോദ്യം, നിങ്ങളിൽ बहुत सरल എത്ര പേർ बनेगा। യേശുവിനെ സ്നേഹിക്കുന്നവരാണ്? मेरा सवाल, आप में से कितने लोग यीशु से प्रेम കഴിഞ്ഞ करते ദിവസം हैं? ചെന്ന 1-2 ചർച്ചകളിൽ പറഞ്ഞു. पिछले दिनों गया एक दो कलीसिया में इस ഈ प्रकार का പഴയകാല അപ്പച്ചന്മാർ എഴുതിയ പാട്ടും ഇന്നത്തെ പാട്ടും തമ്മിൽ തിയോളജിക്കലി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. कि पुराना जमाने में जो लोगों ने गीत लिखे और आज के जो गीतों में थियोलॉजी में बहुत डिफरेंस है। ആ പാട്ടുകളൊക്കെ പ്രത്യാശഗാനങ്ങളായിരുന്നു, ഒത്തിരി കൂടുതലുള്ളത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഗാനങ്ങളായിരുന്നു. वो जो गीत है जो परमेश्वर का लौट आने के बारे में थे। എന്നാൽ ഇന്ന് കാലത്ത് ചെറുപ്പക്കാരായ ഒത്തിരി ദൈവമക്കൾ എഴുതുന്ന പാട്ടുകൾക്കൊക്കെ കർത്താവുമായിട്ടുള്ള ഒരു വലിയ ആഴത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ പ്രദർശനമാണ്. कि लेकिन आजकल जो लोग नौजवान लिखते हैं वो परमेश्वर के साथ जो गहराई में प्रेम के ऊपर, അവർക്ക് കർത്താവിനെ വലിയ ഇഷ്ടമാണെന്ന്. उनको परमेश्वर को बहुत प्रेम है। അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം 1-2 സ്ഥലങ്ങളിൽ പറഞ്ഞു, ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നുണ്ട്, യേശുവിനെ ആഴത്തിൽ Amen, സ്നേഹിക്കുന്ന amen, hallelujah. ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നുണ്ട്. അതൊരു तो നല്ല पासवान ने इस ലക്ഷണമാണ്. प्रकार कहा कि एक पीढ़ी उठ के आ रही है जो परमेश्वर को गहराई में प्रेम करता है। നമ്മളൊക്കെ അങ്ങനെയുള്ള പാട്ടുകൾ പാടാറില്ലേ? हम सब इस प्रकार का गीत गाते അങ്ങേക്കാൾ हैं। വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. तुझसे बढ़कर और किससे प्रेम ना करूंगा यीशु। അങ്ങനെയുള്ള ഒത്തിരി പാട്ടുകളുണ്ട് അല്ലേ? ऐसे बहुत से गीत हैं। ദിനവും യേശുവിന്റെ കൂടെ. ഹല്ലേലൂയ, हर दिन यीशु के संग। ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സ്നേഹിക്കുന്ന
അല്ലേ? യേശുവിനെ നീ ആഴത്തിൽ സ്നേഹിക്കുക. എന്റെ ചോദ്യം, നിങ്ങൾ യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ്? मेरा सवाल, आप यीशु को गहराई में प्रेम करते ഈ हैं क्या? വെളിപ്പാട് അബ്രഹാമിനാ കിട്ടിയത്. यह जो प्रकाशन अब्राहम को मिला. ഹല്ലേലൂയ. ഈ ദൈവം ന്യായം വിധിക്കുന്ന, ഈ ദൈവം തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുന്ന ഒരു ദൈവം മാത്രമല്ല. ഈ ദൈവം എൻ്റെ അഡോണായിയാണ്, എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ വീട്ടിൽ വരുന്നവനാണ്, എന്നെ കരുതുന്നവനാണ്, ഞാൻ പറയുന്ന വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്നവനാണ് ഈ ദൈവം. कि ये जो परमेश्वर केवल बोलते हैं ना कि मेरी गलतियों पे मुझे डांट देने वाला, सजा देने वाला परमेश्वर ही नहीं है, ये मुझसे प्रेम करने वाला है, सर्वशक्तिमान, सर्वसामर्थ्यशाली और मेरे हर एक बात को समझने वाला परमेश्वर है. പടിപടിയായിട്ടുള്ള റെവലേഷന്റെ ഗ്രോത്ത് ആണ് ഞാൻ പറയുന്നത്. ऐसे स्टेप बाय स्टेप जो है प्रकाशन का बढ़ोतरी के बारे में कहते हैं. തലമുറ കഴിഞ്ഞപ്പോൾ ദൈവം ഭാഗമായി ദൈവം വെളിപ്പെടുത്തുകയാണ്. हर एक पीढ़ी के बाद परमेश्वर भाग തന്റെ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തുക. वो कौन है, उसका स्वभाव कौन है, प्रकट किया. ഒത്തിരി ഭാഗ്യമുള്ളവരാ കേട്ടോ. हम बहुत ही भाग्यशाली हैं. आमीन. അവർക്കൊന്നും അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇന്ന് നമുക്കറിയാം. वो नहीं जानते से काफी सारी बातें आज हम जानते हैं. आमीन. हालेलुया. हालेलुया. അവർക്കൊരു കുറച്ച് ഭാഗമേ അറിയത്തുള്ളായിരുന്നു. उनको एक छोटा सा हिस्सा पता था. അവർ കണ്ട വെളിപ്പാടെല്ലാം കൂടെ ഒന്നിച്ചു വെച്ചിട്ട് നമ്മൾ ദൈവത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, जब उनको जो मिला वो भागों को सब एक साथ रख के जब हमने परमेश्वर को जाना, നമുക്ക് സത്യത്തിൽ നമുക്കറിയാം ഇത്ര വലിയൊരു ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും അവന്റെ മക്കളാകാനും ഒക്കെ അല്ലേ എന്ത് യോഗ്യതയാ പ്രിയമുള്ളവരെ നമുക്കുള്ളത്. तो हमें हकीकत में जानना कि इतना बड़ा परमेश्वर को जानना, स्तुति करना, उसका बच्चा बनना कितना बड़ा भाग्य है. മോശയ്ക്ക് കിട്ടിയ ഒരു വെളിപ്പാടാണ്. तो मोशे को मिला हुआ प्रकाशन है. ദൈവം ഹല്ലേലൂയ എൻ്റെ കർത്താവാണ്. ये जो परमेश्वर मेरा प्रभु है, എൻ്റെ കർത്താവാണ് ഈ ദൈവം, मेरा प्रभु है, എൻ്റെ ലോർഡാണ് ഈ ദൈവം, मेरा मालिक है. മാത്രമല്ല മോശയുടെ എഴുത്തുകളിൽ വെളിപ്പെടുന്ന മറ്റൊരു സംഗതിയാണ്, മോശ ഒരു പുത്രനെ കാണുകയാണ്. कि मूसा एक पुत्र को देखता है. ആ പുത്രനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലും പറഞ്ഞത്. उस पुत्र के बारे में आज जो भजन संहिता पढ़ा उसमें कहते हैं, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പുത്രനെ ചുംബിക്കണം. तुम रास्ते में ठोकर ना खाए इसलिए क्या करना, नाश नहीं होना इसलिए क्या करना, पुत्र को चुंबन करना ഏത് है. പുത്രനാണ്? സംശയമുണ്ടോ? യേശു ക്രിസ്തു തന്നെ അല്ലേ? कौन सा पुत्र से कोई शंका नहीं है, यीशु मसीह है. ഹല്ലേലൂയ. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാക്യം എബ്രായ ലേഖനത്തിൽ കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പം ഇതാരാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. तो ये जो आयत है अब्राहम में भी कोट किया तो यीशु मसीह के बारे में ही है. പുത്രനെ ചുംബിക്കണം. पुत्र को चुंबन करो. ചുംബിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? उसका अर्थ क्या है? ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ സ്നേഹിക്കണം എന്നതിന്റെ അർത്ഥം. उसका अर्थ क्या है? प्रेम करना है. നമ്മൾ യേശുവിനെ സ്നേഹിക്കണം. हमें यीशु से प्रेम करना है. ഈ രണ്ടാമത്തെ സങ്കീർത്തനമേ मुझे इस प्रकार लगता है जो दूसरा പല പ്രാവശ്യം പല സന്ദർഭത്തിൽ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. कि नया नियम में काफी बार उसे कोट किया. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തില്, प्रेरितों की किताब അധ്യായ 4 में യേശുവിന്റെ ശിഷ്യന്മാർക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, यीशु के चेलों के विरुद्ध में बहुत बड़ा समस्या जब आया, ഈ രണ്ടാം സങ്കീർത്തനം കോട്ട് ചെയ്താണ് അവർ പ്രാർത്ഥിച്ചത്. ये जो दूसरा आयत भजन संहिता कोट करके उन्होंने प्रार्थना किया. മശിയാനിക് ആയിട്ടുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുള്ള സങ്കീർത്തനമാണ് രണ്ടാമത്തെ സങ്കീർത്തനം. तो उतना यीशु मसीह के बारे में मशियानिक एक वचन संहिता है. परमेश्वर വളരെ ക്ലിയർ ആണ്. ഈ സങ്കീർത്തനം യേശുവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. तो काफी क्लियर है कि ये जो वचन है यीशु मसीह के ऊपर ही है. അതുകൊണ്ട് ഹല്ലേലൂയ ഉറപ്പിച്ച് നമ്മളൊരു കാര്യം പറയാൻ പോകുക. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? पुत्रने चुंबिക്കണം എന്ന് इसलिए हम പറഞ്ഞാൽ साफ साफ कहते हैं कि रास्ते में नाश ना होना है तो पुत्र को चुंबन करना എന്ന് है. പറഞ്ഞാൽ യേശുവിനെ സ്നേഹിക്കണം. उसका अर्थ है यीशु से प्रेम करना ഞാൻ है. ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർ യേശുവിനെ സ്നേഹിക്കുന്നവരാണ്? फिर से पूछता हूँ, आप में से कितने लोग यीशु से प्रेम ഞാൻ करते ചോദിച്ചില്ല हैं? യേശുവിനെ ആരാധിക്കുന്നവരാണെന്ന് ചോദിച്ചില്ല. मैंने ये नहीं पूछा यीशु को आराधना करने वाले യേശുവിനെ हैं क्या. വിശ്വസിക്കുന്നവരാണെന്ന് ചോദിച്ചില്ല. मैंने ये नहीं पूछा यीशु को विश्वास ആരാധന करने वाले, വിശ്വാസമൊക്കെ ചിലപ്പോൾ സ്വാർത്ഥതയുള്ളതായിരിക്കും അല്ലേ? कि आराधना विश्वास सब स्वार्थ हो सकता ചിലപ്പോൾ है. നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. कभी हम यीशु को विश्वास करता होगा. എന്തിനുവേണ്ടി വിശ്വസിക്കുന്നത്? क्यों विश्वास करते എനിക്ക് हैं? സൗഖ്യം കിട്ടാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുക. मुझे चंगाई मिलने के लिए मुझे विश्वास करता है. ആരാധിക്കുന്നുണ്ടാകാം. आराधना करता അതിനുവേണ്ടി होगा. ആരാധിക്കുന്നത്. वो क्यों आराधना അതാണ് करते हैं? പാസ്റ്റർമാർ പറഞ്ഞു ആരാധിക്കുമ്പോൾ ചങ്ങല കഴിയുന്നു, അതിനുവേണ്ടി ആരാധിക്കുന്നു. कोई पासवान ने बोला जब आराधना करते तो जंजीर टूटेगा इसके लिए. ശരിയല്ലേ? അതിനുവേണ്ടി ആരാധിക്കുന്നത്, उसके അതിനുവേണ്ടിയാണ് लिए आराधना വിശ്വസിക്കുന്നത്. करते, उसके लिए विश्वास करते हैं. പക്ഷേ യേശു നമ്മളോട് ആവശ്യപ്പെട്ടത് അതല്ല. लेकिन यीशु ने हमसे वो नहीं मांगा. നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? तू मुझसे प्रेम करते है क्या? ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? इनसे भी बढ़ के तू मुझसे प्रेम करते है क्या? ഹല്ലേലൂയ. ഏത് തലത്തിലുള്ളൊരു സ്നേഹമാണ് നിനക്ക് എന്നോടുള്ളത്?
किस प्रकार का प्रेम तुझे मुझसे है। കുറെ വാക്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ कुछ ആഗ്രഹിക്കുന്നു. बातें जल्द से कह के मैं प्रार्थना करना ഏത് चाहूंगा। തലത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് എന്നോടുള്ളത്? ഇതാണ് യേശുവിന്റെ ചോദ്യം. किस प्रकार का प्रेम तुझे मुझसे है, वो सवाल यीशु का। യോഹന്നാന്റെ സുവിശേഷത്തിൽ ഓരോ പ്രാവശ്യം യേശു ചോദിക്കുമ്പോഴും ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ച പദം വ്യത്യസ്തമാണ്. यीशु ने യോഹന്നാൻ के सुसमाचार में बार-बार जो पूछा उसमें ग्रीक में अलग पद इस्तेमाल किया। സ്നേഹത്തിന് പല പദങ്ങൾ ഗ്രീക്കിലുണ്ട് പ്രിയമുള്ളവരെ. कि स्नेह प्रेम का अलग पद ग्रीक में അവിടെ है। ഉപയോഗിച്ച പദങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. वहाँ जो पूछा हुआ पदों को फर्क था। ആ ഭാഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. उसमें मैं नहीं जाता। എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. लेकिन एक खास वचन आपके ध्यान में അത് लाता 1 हूँ। കൊരിന്ത്യർ ലേഖനം 16 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞൊരു വാക്യമാണ്. वो 1 कोरिन्थियों 16 में पौलुस ने कहा हुआ बातें അവിടെ हैं। പൗലോസ് ഇങ്ങനെ പറഞ്ഞു, वहाँ पौलुस इस प्रकार कहता है, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. आमेन, हालेलुया। वहाँ पौलुस इस प्रकार कहते हैं, जो परमेश्वर को प्रेम नहीं करते वो श्रापित है। ഏതാണ് ആ വാക്യം? 22 1 കൊരിന്ത്യർ ലേഖനം 16:22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. जो परमेश्वर से प्रेम नहीं करते वो सारा व्यक्ति श्रापित है। ഇവിടെ പറഞ്ഞത് യേശുവിനെ വിശ്വസിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്നല്ല, वो इस प्रकार नहीं लिखा उसे विश्वास करने वाला, ആരാധിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, आराधना नहीं करने वाला श्रापित है। കർത്താവിനെ സ്നേഹിക്കാത്തവൻ. कि परमेश्वर को जो प्रेम ना करे। പൗലോസ് പറയുന്നത് എന്തെന്നറിയാമോ? പൗലോസ് പറയുന്നത് तो എന്തെന്നറിയാമോ? पौलुस क्या कहता है, നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം എന്നാ പറയുന്നത്. हमें परमेश्वर से प्रेम करना ഈ है। വാക്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് പഠിച്ചു നോക്കാം. इसको हमें और एक बार सीखेंगे। ഇവിടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ എന്ന് എഴുതിയിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് यहाँ जो ग्रीक में जो परमेश्वर से प्रेम नहीं करने वाला जो कहता है, ഹല്ലേലൂയ, സ്നേഹിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു അർത്ഥമല്ല ഉള്ളത്. कि प्रेम कर बोल के हम जो कहते हैं वो अर्थ नहीं है। കിസ് ചെയ്യുക എന്ന അർത്ഥമാണുള്ളത്. कि वो चुम्बन करने के बारे में ഞാൻ है। പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന പദം, അവിടെ സ്നേഹിക്കാത്തവൻ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പദം ശരിക്കും ഗ്രീക്കിൽ അതിനൊരു അർത്ഥമുള്ളത് കിസ് ചെയ്യുക എന്നാണ്. यहाँ जो प्रेम करना रखना का जो अर्थ है वो ग्रीक में चुंबन के बारे में അപ്പോൾ ഇങ്ങനെ कहते हैं। വേണമെങ്കിൽ നമുക്ക് ആ വാക്യത്തെ വായിക്കാം. हम चाहे तो इस प्रकार कर सकते हैं കർത്താവിനെ ചുംബിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. कि यदि कोई परमेश्वर को चुंबन ना करे तो शापित हो। അങ്ങനെയാണെങ്കിൽ രണ്ടാം സങ്കീർത്തനമായിട്ട് ഈ വാക്യം ഒന്ന് ചേർത്ത് വെച്ച്, अगर ऐसा है तो दूसरा भजन साहित्य ദാവീദ് പറഞ്ഞു, പുത്രനെ ചുംബിക്കാത്തവൻ അവൻ വഴിയിൽ വെച്ച് നശിച്ചു പോകും. कि दावीद कहते हैं कि पुत्र को स्वीकार चुंबन नहीं करते और रास्ते में नाश हो जाएगा। പൗലോസ് അത് തന്നെയല്ലേ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്? सच्चाई में पौलुस वही है जो कोरिन्थियों में कहता പുത്രനെ है, ചുംബിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. जो पुत्र को चुंबन ना करे वो शापित എന്റെ होगा। ദൈവമക്കളെ, യേശുവിനെ ചുംബിച്ച അനേക ചുംബനങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് कि കാണാം. यीशु को चुंबन दिया, अनेक चुंबन हम ए वचन में देखता है। ശരിയല്ല ഞാൻ പറഞ്ഞത്? യേശുവിനെ ചുംബിച്ച ചുംബനങ്ങൾ, यीशु को दिया हुआ चुंबन, അവന്റെ സ്നേഹിതന്മാർ അവനെ ചുംബിച്ചിട്ടുണ്ട്. उसके दोस्तों ने उसे चुंबन दिया। യേശുവിന്റെ ഹല്ലേലൂയ സ്നേഹിതന്മാർ, ആമേൻ, അവന്റെ നെഞ്ചോട് ചാരിയിരുന്നിട്ടുണ്ട്. कि यीशु के जो प्रेम करते हैं उसे छाती पे सिर रख के बैठा है। ഹല്ലേലൂയ. പാപിനിയായ ഒരു സ്ത്രീ ഒരിക്കൽ വന്നിട്ട് യേശുവിന്റെ കാലുകളെ ചുംബിച്ചെന്ന വേദവസത്തിൽ പറയുന്നത് അല്ലേ? वचन में इस प्रकार कहते हैं, पापिन स्त्री आके यीशु मसीह के पैरों को चुंबन किया। എത്ര പേരിനെ കേൾക്കുന്നുണ്ട്? कितने लोग मुझे सुनता है। ഹല്ലേലൂയ. എന്നാൽ ഇസ്കോരിയത്ത യൂദയും യേശുവിനെ ചുംബിച്ചു എന്ന് പറയുന്നുണ്ട്. उसी प्रकार इस्करियोत जो यूदा है वो भी यीशु मसीह को चुंबन दिया। ആ ചുംബനം എപ്രകാരമുള്ള ഒരു लेकिन ചുംബനമായിരുന്നു? वो चुंबन किस प्रकार का था? നമുക്കറിയാം, യേശു കർത്താവ് യൂദയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. हमें जानते हैं यीशु मसीह यूदा से इस प्रकार पूछता है, ഹല്ലേലൂയ. യൂദാസെ, ചുംബനം കൊണ്ടാണ് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്. यूदास तू क्या मनुष्य के पुत्र को चुंबन के साथ पकड़वा रहा है? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. उसमें जो समझा हुआ एक बात कहता है, യേശു കർത്താവിനെ പോലും ആളുകൾ ചതിച്ചിട്ടുണ്ട്. यीशु मसीह को भी लोगों ने धोखा दिया സത്യമല്ലേ है। ഞാൻ പറഞ്ഞത്? आमीन। അങ്ങനെയാണെങ്കിൽ നമ്മളെ മനുഷ്യർ ചതിക്കത്തില്ല. अगर ऐसा है तो हमें परमेश्वर എന്നോട് इंसान ഒത്തിരി धोखा नहीं देगा। പേര് പാസ്റ്ററെ എനിക്കൊരു ചതി പറ്റി, ഹല്ലേലൂയ. बहुत सारे लोग आके पासवान को बोलते हैं, पास्टर मुझे एक धोखा ഞാൻ हुआ। അവരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, मैं उन सब से कहना चाहता हूँ, നിങ്ങൾ അത് കണ്ട് സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് മാത്രമല്ല, യേശുവിനെ പോലും ചതിച്ചിട്ടുണ്ട്. उससे आपको दुख नहीं होना, आपको ही नहीं यीशु मसीह को भी धोखा दिया അതുകൊണ്ട് है। ചതി പറ്റി എന്ന് പറഞ്ഞ് നമുക്ക് ഹല്ലേലൂയ
അല്ലേ നമുക്ക് പരാജയപ്പെട്ടെന്നോ നമ്മൾ തകർന്നവരാണെന്നോ നമ്മൾ മോശമാണെന്നൊന്നും ചിന്തിക്കേണ്ട. യേശുവിനെ പോലും ചതിച്ചിട്ടുണ്ട്. इसके लिए धोखा मिला बोल के हम पराजित है, हाँ हम घिरे हुए करके सोचने की जरूरत नहीं है. ചതി മനുഷ്യന്റെ സ്വഭാവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. तो धोखा जो इंसान का एक स्वभाव है समझना ചതി है. മനുഷ്യന്റെ അകത്തുണ്ടെന്നുള്ളതാണ് സത്യം. धोखा इंसान के अंदर है, वो हकीकत है. അതുകൊണ്ടാണ് യേശു കർത്താവ് മനുഷ്യനിൽ ഉള്ളത് എന്തെന്ന് താൻ അറിഞ്ഞതുകൊണ്ട് തന്നെ താൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ലെന്ന് പറയുന്നത്. उनको जानते था इंसान के अंदर क्या है, इसलिए यीशु ने अपने आप मनुष्य के हाथ में सौंपा नहीं, ऐसा वचन में लिखा है. हालेलुया. इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? യേശുവിന് അറിയാം ഈ നേച്ചർ മനുഷ്യന്റെ അകത്തുണ്ട്. यीशु जानता है स्वभाव इंसान के अंदर है. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? कितने लोगों को समझ में आ रहा है? അപ്പോൾ ചുംബനം കൊണ്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ, ഒറ്റിക്കൊടുക്കുക പോലെ ചെയ്തു. तो चुंबन से क्या किया? पकड़वा के दिया. അത്തരത്തിലുള്ള ഒരു ചുംബനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. वैसे चुंबन के बारे में नहीं यहाँ कहता है. പൗലോസ് പറയുന്ന ചുംബനത്തിന്റെ പ്രത്യേകത എന്താ? फिर पौलुस जो कहते हैं चुंबन का खासियत ആ क्या है? ചുംബനം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ വായിക്കണം. अगर वो चुंबन समझना तो रोमियो 8 का अंतिम आयत पढ़ना അവിടെ है. പൗലോസ് പറയുന്നുണ്ട്, वहाँ पौलुस कहता है ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? हालेलुया. वहाँ पौलुस इस प्रकार कहते हैं कि मसीह की प्रेम से हमें कौन अलग करेगा? ഉലകത്തിൽ ഒരു ശക്തിക്കും യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. कोई भी शक्ति को मुझे यीशु की प्रेम से अलग नहीं कर सकता है. പൗലോസ് പറയുന്നത് എന്തെന്നറിയാമോ? वो पौलुस क्या कहता है? ഹല്ലേലൂയ. ആ എന്തും വന്നാട്ട്, തൽവാർ വന്നാട്ട്, അല്ലെങ്കിൽ വാള് വന്നാട്ട്, മഹാമാരി വന്നാട്ട്, സങ്കടം വന്നാട്ട്, എന്തും വരട്ടെ. ഹല്ലേലൂയ. कुछ भी होने दो. എന്നാൽ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് കഷ്ടതയ്ക്കോ സങ്കടത്തിനോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഒന്നും എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. यीशु के प्रेम से मुझे कोई भी संकट, मुझे कोई भी प्रोसिक्यूशन, कोई भी अकाल, कोई भी नंगापन, कोई भी तलवार, कोई भी चीज से मुझे जो है उसकी प्रेम से मुझे अलग नहीं कर सकता. ഭയങ്കര സ്നേഹബന്ധത്തിലാണ് ഞാൻ യേശുവുമായിട്ട്. मैं परमेश्वर के साथ बहुत ही प्रेम में है. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? इस प्रेम का खासियत क्या है? ലഭിക്കുന്നത് കൊണ്ട് കാണിക്കുന്ന സ്നേഹമല്ല. कुछ मिलने वाला उससे करने वाला प्रेम नहीं है. അങ്ങനെ ഒരു സ്നേഹമുണ്ട് അല്ലേ? वैसा भी एक प्रेम है. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ നമുക്ക് അവരോട് വലിയ സ്നേഹമാണ്. हमें अगर कोई कुछ दे तो हमें उससे बहुत प्रेम है. ആ സ്നേഹം പക്ഷേ ആ തരുന്ന സമയത്തേ ഉള്ളൂ അല്ലേ? वो प्रेम जो देने के समय ही है. രണ്ടാഴ്ച കഴിയുമ്പോൾ ആ സ്നേഹം അങ്ങ് പോകും. 2 हफ्ते के बाद പിന്നെ ആ तो സ്നേഹം निकल जाएगा. വരണമെങ്കിൽ പിന്നെ നമുക്ക് അവരെന്തെങ്കിലും തരണമെന്നേ നമുക്ക് സ്നേഹം തോന്നും. फिर प्रेम आना है तो हमें वो कुछ देना है तभी प्रेम आएगा. അങ്ങനെയുള്ള സ്നേഹം ആ ലോകത്തിന്റെ സ്നേഹം. वो जो प्रेम दुनिया का प्रेम है. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ വെളിപ്പെടുത്തുന്ന സ്നേഹം എന്ന് പറയുന്നത് यहाँ जो प्रकट करने वाला प्रेम जो है നിസ്വാർത്ഥമായ സ്നേഹമാണ്. कि बिना स्वार्थ का प्रेम കർത്താവ് है. എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും, परमेश्वर मुझे कुछ भी ना കഷ്ടത दे, പട്ടിണി വാളൊക്കെ എന്റെ ജീവിതത്തിലെങ്കിലും कि भले कष्ट हो, भूखमरी हो, सब मेरे जीवन में हो, സ്നേഹിക്കുന്നു. यीशु मुझसे बहुत प्रेम करता കഴിഞ്ഞ है. ദിവസങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് മഗ്ദലക്കാരത്തി മറിയയുടെ ഉദാഹരണം അല്ലേ? कि हमने काफी बार सुना है मगदलकारी मरियम के बारे സത്യത്തിൽ में. മറിയയുടെ വിശ്വാസമല്ല, आखिर में उसका प्रेम या विश्वास नहीं, മറിയയുടെ സ്നേഹം ആ സ്വർഗത്തെ ചലിപ്പിച്ചത്. उसका जो प्रेम है जो स्वर्ग को ഞാൻ हिलाया. മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. मैं जो समझा हुई बातें कहता है. നമ്മൾ പറയും വിശ്വാസം കൊണ്ട് നമ്മൾ സ്വർഗത്തെ താഴെ ഇറക്കി കൊണ്ടുവരുന്നു പറയും. हम इस प्रकार कहते हैं विश्वास के साथ स्वर्ग को नीचे നമ്മൾ उतारेंगे. പറയും ആരാധിക്കുന്നവരുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വരുന്നു. हम कहते हैं जो आराधना करने वालों के बीच में परमेश्वर ഇതൊക്കെ उतराएगा. ഭാഗികമായിട്ട് ശരിയാ. ये सब आधा सच है വിശ്വാസം കൊണ്ട് സ്വർഗത്തെ ചലിപ്പിച്ചവരുണ്ട് പ്രിയമുള്ളവരെ. कि विश्वास से स्वर्ग को हिलाया लोग हैं. ഹല്ലേലൂയ. ആരാധിച്ച് സ്വർഗത്തെ താഴെ ഇറക്കി കൊണ്ടുവന്നവരൊക്കെ ഉണ്ട്. आराधना करके स्वर्ग को नीचे लाए हुए लोग हैं. പക്ഷെ മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്ന സഹോദരി लेकिन मगदलकारी मरियम जो बहन है, സ്വർഗത്തെ പിടിച്ചു നിർത്തിയത്, स्वर्ग को जो पकड़ कर रोका, സ്വർഗത്തെ ചലിപ്പിച്ചത് स्वर्ग को जो चलाया, യേശുവിനോടുള്ള അവരുടെ ആഴത്തിലുള്ള സ്നേഹം കാണിച്ച കേട്ടോ. यीशु को उसके जो गहराई का प्रेम എന്തൊരു बताते हैं. സ്നേഹമായിരുന്നു അറിയാമോ? वो कैसा प्रेम था. ബാക്കി എല്ലാവരും കല്ലറയ്ക്ക വന്നിട്ട് തിരിച്ചു പോയെന്ന്. बाकी सब कब्र में आके लौट गया, മറിയ തിരിച്ചു പോയില്ല. ये लौट के नहीं गई. മറിയ തിരിച്ചു പോയില്ല. യേശു വേഷം മാറി അവളുടെ പുറകിൽ വന്നു നിന്നു. यीशु रूप बदल के उसके पीछे കഴിഞ്ഞിടയ്ക്കൊക്കെ खड़ा. നമ്മൾ കേട്ട കാര്യമല്ലേ? पिछले हफ्ते में हमने सुना है എങ്ങും കണ്ട പരിചയമില്ലാത്തതുപോലെ कि जैसा कभी देखा नहीं इस प्रकार. യേശു ഈ മറിയെ വിളിക്കുന്നത്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? यीशु ने मरियम को पूछा, स्त्री तू रो क्यों रहा है? ഒരു വഴിക്ക് വെച്ച് കണ്ടിട്ടുള്ള പരിചയമില്ലെന്നേ. कोई पहचान ना दिखाते हुए ഹല്ലേലൂയ. വേഷം മാറി വന്ന് നിൽക്കുകയാ. भी वो वस्त्र बदल के खड़ा പക്ഷേ है. മറിയ ഹല്ലേലൂയ അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ച് അവനോട് എന്താ പറയുന്നത്? उसको माली समझ को क्या कहता है? നീ അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ अगर അവനെ तू- എനിക്ക് താ.
अगर तूने उसे उठा के ले गया तो मुझे दे, എനിക്ക് താ യേശുവിനെ, मुझे दे यीशु को। എനിക്ക് യേശുവിനെ വേണമെന്ന്. നിങ്ങൾക്കറിയാം, അടുത്ത നിമിഷം യേശുവിൻ്റെ എന്താ പറഞ്ഞ ഹൃദയം ഉരുകിപ്പോയി. യേശു സ്ത്രീയെന്നൊന്നുമല്ല പിന്നെ വിളിക്കുന്നത്, ഒറ്റ വാക്ക്, മറിയേ. ഹല്ലേലൂയ. आप जानते अगले पल यीशु का हृदय में पिघल गया और अगली बार वो स्त्री नहीं बोलते मरिये बुलाता है। യേശുവിന്റെ വേഷമൊന്നും മാറിയില്ല. उसने अपना वेश को नहीं बदला। വിളിയുടെ മാധുര്യമായ ഇമ്പസ്വരം കേട്ടപ്പോൾ തന്നെ മറിയയ്ക്ക് മനസ്സിലായി, ഇതെന്റെ റബ്ബുനിയാണ്. जैसे वो शब्द सुना तो उसे पता चला ये मेरा रबी है। ഈ വന്ന് നിൽക്കുന്നത് തോട്ടക്കാരനല്ല, ये जो आके खड़ा हुआ एक माली नहीं है, ഇതെന്റെ യേശുവാണ്. ये मेरा यीशु। आमीन। ഭയങ്കര സ്നേഹമാ കേട്ടോ. वो बड़ा प्रेम है। നീ സ്നേഹിക്കുന്നുണ്ടോ യേശുവിനെ? तुम प्रेम करते हैं क्या यीशु കഴിഞ്ഞ को? ദിവസങ്ങളൊക്കെ പറഞ്ഞൊരു ഉദാഹരണമാണ്. कि पिछले दिनों में सब कहा हुआ एक उदाहरण है। മറിയ യേശുവിനോട് കാണിച്ച സ്നേഹം, मरिया ने जो यीशु से दिखाया प्रेम, ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. वो प्रेम है, हकीकत का प्रेम। അവൾ യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ് അവനെ ചുംബിക്കാൻ വേണ്ടി, അല്ലേ? वो भाग के जा रहा उसके पास चुंबन അങ്ങനെ देने के लिए। എഴുതിയിരിക്കുന്നതാണോ? वैसे लिखा है ഓടിച്ചെല്ല്, അവൾക്ക് ചുംബിക്കണം യേശുവിനെ. उसको चुंबन करना यीशु को। യേശു പറഞ്ഞു, എന്നെ തൊടരുത്. यीशु ने बोला मुझे छू मत। എന്താ കാരണം പറയുന്നത്? कारण क्या बताता है? ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെയും പോയിട്ടില്ല. मैं पिता के पास अभी तक नहीं गया है। ഈ വേദോസം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ, തിയോളജിയൻസ് എങ്ങനെ അത് പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? जो वचन पढ़ाने वाला थियोलॉजियंस किस प्रकार वो पढ़ाता है നിങ്ങൾക്കറിയാമോ? आपको पता है? ഭൂമിയിലെ ആ ഒരു വലിയ എന്താ പറഞ്ഞ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരുന്ന ബലി, കർത്താവ് ആ പ്രോസസ്സ് നടക്കുകയല്ലേ? ഹല്ലേലൂയ. कि परमेश्वर वो जो पृथ्वी में इंसान के लिए जो देने वाला बलि है उसका प्रोसेस कर रहा है। നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, പ്രധാനപ്പെട്ട ദിവസം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ, യേശുവിന്റെ ക്രൂശീകരണം അനുബന്ധ സംഭവങ്ങളുണ്ടായ ആ ദിവസങ്ങളാണ്, ഒരു സംശയവുമില്ല. दुनिया में अगर सबसे बड़ा अगर कोई दिन अगर बोला जाए तो यीशु मसीह का सूली जो हुआ वो जो प्रोसेस का दिन थे। മനുഷ്യവർഗത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ക്രൂശിക്കപ്പെട്ട് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ യാഗം പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പിതാവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ മിഷൻ അക്കംപ്ലീഷ് ആയത് അവൻ എന്ത് ചെയ്യണം? അവൻ റിപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ഹല്ലേലൂയ പിതാവിൻ്റെ അടുക്കൽ കയറി ചെല്ലണം. അന്നേരമേ ആ മിഷൻ അക്കംപ്ലീഷ് ആകത്തുള്ളൂ. तो उसका जो बोलते हैं ना कि कब पूरा होगा? जब वो जो बलि देने के बाद जो बोलते हैं ना वो पिता के पास जाके वो रिपोर्ट देगा या अपने आप को वहां जाके साबित करेंगे। അങ്ങനെ പോകുന്ന യേശുവാണ് ഇടയ്ക്ക് മറിയത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നത്. वैसा जाने वाला यीशु है जो बीच में मरियम के पास आया। ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇറങ്ങി വന്നെന്നറിയാമോ? क्यों उतर आया? യേശുവിനറിയാം, यीशु जानता है ആഴമായി സ്നേഹിക്കുന്നവളാണ്. वो बहुत गहरा प्रेम कर रहा है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തെ പിടിച്ചു നിർത്തി കഴിഞ്ഞു കേട്ടോ. उसके लिए मैं कहा स्वर्ग को पकड़ के അത്ര रोका। ഇമ്പോർട്ടന്റ് മിഷന്റെ ഇടയ്ക്ക് യേശു ഇറങ്ങി വരിക അവർക്ക് വേണ്ടി. उतना बड़ा मिशन से यीशु लौट के आ रहे हैं। എന്താ കാരണം? യേശുവിന് ഇവിടെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ ആഴം അറിയാം. यीशु उसके हृदय के प्रेम को നിങ്ങൾ जानता है। യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ, अगर तुम यीशु को गहराई में प्रेम करते हो तो നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ സ്വർഗം നിൽക്കും. तुम्हारे लिए कभी स्वर्ग रुकेगा। आमीन। ഹലോ, എന്നോട് ഒത്തിരി പേര് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, पास्टर से बहुत सारे लोग कंप्लेन। എനിക്ക് അത്രയും വിശ്വാസമില്ല പാസ്റ്ററെ, मुझे उतना विश्वास नहीं है പറഞ്ഞ पास्टर। പോലെ സ്വർഗത്തെ ചലിപ്പിക്കുന്ന വിശ്വാസമൊന്നുമില്ല, वैसा मेरा पास विश्वास नहीं कि स्वर्ग को हिलाओ। അത്രയും അഭിഷേകമില്ല പാസ്റ്ററെ, അത്രയും ആരാധിക്കാൻ. उतना अभिषेक नहीं है पास्टर, उतना आराधना करने। പക്ഷേ लेकिन അതിലൊക്കെ എളുപ്പമാ സ്നേഹിക്കുക എന്നുള്ളത്. उन सबसे आसान है प्रेम करना। ആണ്, സത്യമാണ്. വിശ്വസിക്കുന്നതാണോ എളുപ്പം അതോ സ്നേഹിക്കുന്നതാണോ എളുപ്പം? विश्वास करना आसान है या प्रेम സ്നേഹം करना? അകത്തുനിന്ന് വരികയല്ലേ? प्रेम जो अंदर से आता ഒന്നും है। വേണ്ട യേശുവേ, എനിക്ക് നിന്നെ മതിയെന്നൊരു സ്നേഹം. कुछ नहीं चाहिए प्रभु, मुझे तू चाहिए। ഈ മഗ്ദലക്കാരത്തി മറിയ എന്താ ചോദിക്കുന്നത്? ये मगदलाकारी मरियम क्या पूछता है? ആരെയാ ചോദിക്കുന്നത്? എനിക്ക് യേശുവിനെ വേണം. मुझे यीशु को चाहिए। ഏത് യേശുവിനെ? किस यीशु? ജീവനുള്ള യേശുവിനെയാണോ? जीवन जो यीशु, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡെഡ് ബോഡി ആയി തീർന്ന യേശുവിനെ. जो डेड बॉडी बना हुआ यीशु, ആ യേശുവിനെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? उस यीशु से उसे कुछ फायदा है क्या? ഡെഡ് ബോഡിയായി കല്ലറയിൽ കിടക്കുന്ന യേശുവിനെയാണ് അവൾ ചോദിക്കുന്നതെങ്കിൽ अगर वो डेड बॉडी जो है कब्र में पड़ा उससे ആ अगर वो യേശു मांगता है, സൗഖ്യമാക്കുമോ? वो यीशु चंगा करेगा क्या? ആ യേശു 5,50,000 പോഷിപ്പിക്കാൻ കൊടുക്കുമോ? वो यीशु क्या 5 रोटी को 5,000 को दे सकते हैं क्या? ഹല്ലേലൂയ. ഒരു ഗുണവും ഇല്ലെന്നേ. कोई गुण नहीं है। താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഗുണമുള്ള യേശുവിനെ വേണം അല്ലേ? നമുക്ക് ഉപകാരം ചെയ്യുന്ന യേശുവിനെ വേണം. हमें जो काम करने वाला यीशु നമുക്ക് चाहिए। സൗഖ്യമാക്കുന്ന യേശുവിനെ വേണം. हमें जो चंगा करने वाला यीशु നമുക്ക് चाहिए। വിടുതൽ നൽകുന്ന യേശുവിനെ വേണം. हमें छुटकारा देने वाला यीशु നമ്മുടെ चाहिए। ഫൈനാൻഷ്യൽ ഇഷ്യൂ സോൾവ് ചെയ്യുന്ന യേശുവിനെ വേണം. हमारा जो आर्थिक समस्या को सुलझाने वाला यीशु चाहिए। ഈ യേശു ये यीशु ഇതൊരു ഡെഡ് ബോഡിയാണ്.
वो एक डेड बॉडी है, ഇതിനെ വീട്ടിൽ കൊണ്ടുപോയാൽ इसे अगर घर ले മറിയ जाएगा, ചിന്തിച്ചില്ല, അയ്യോ ഇത് നാറുമോ, അതിനി ക്രമിക്കുമോ, ഞാൻ എന്ത് ചെയ്യും, ഇതൊന്നും ചിന്തിച്ചില്ല. അത് റിസ്കാ. പക്ഷെ അവള് പറഞ്ഞു എനിക്ക് വേണം. उसने ये नहीं सोचा कि वो शरीर को अगर मैं घर लेके जाएगा तो सड़ेगा, उसमें से बास आएगा, वो सब उसने नहीं सोचा. बोले मुझे वो चाहिए, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, कुछ मिलने के लिए नहीं, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. कुछ मिलने के लिए नहीं, അവൾ യേശുവിനെ അത്രയധികം സ്നേഹിച്ചു. कि वो यीशु से उतना प्रेम किया. യാക്കോബിന്റെ കാര്യം പറഞ്ഞതുപോലെ याकूब के बारे में कहते वैसा അവക്കത് നിസ്സാരമായിട്ട് തോന്നി. उसे उसको बहुत है ना हल्का लगा, उसे बहुत वो हल्का लगा, അതൊരു ഭാരമായിട്ട് തോന്നിയില്ല. उसे वो बड़ा बोझ नहीं ഞാൻ लगा. കൊണ്ടുപോയിക്കൊള്ളാമെന്ന്. അതുകൊണ്ട് എന്ത് പരിഹാസം ഉണ്ടായാലും എന്ത് സങ്കടം ഉണ്ടായാലും ഞാൻ സഹിക്കാമെന്ന്. മഷൽ ഖമന. बोले उसको मैं ले जाऊंगा, उसे जो भी दिक्कत है, जो भी समस्या है, मैं उठा लूंगा. താങ്ക് യു ചീസ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? आप सुन रहे क्या मैं जो बोल रहे हैं? പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരാൻ പോവുകയാണ്. खास बातें मैं आपको बता रहा हूँ. നിങ്ങൾ യേശുവിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ आप यीशु से बहुत प्रेम करना है. പറയും കർത്താവ് എന്ത് സംഭവിക്കട്ടെ, आप बोले प्रभु कुछ भी हो जाए, എനിക്ക് നിന്നോട് ഒത്തിരി ഇഷ്ടമാണ്. मुझे तुझसे बहुत प्रेम है. നിന്റെ സ്നേഹത്തിൽ നിന്നെ ഒരു ശക്തിക്കും എന്നെ വേർതിരിക്കാൻ പറ്റത്തില്ല. तेरे प्रेम से मुझे कोई भी शक्ति अलग नहीं कर सकता. ആപത്തോ വാളോ മഹാമാരിയോ എന്തും വരട്ടെ, ഹല്ലേലൂയ, कठिनाई आए, महामारी आए, तलवार आए, कुछ भी आए. ആപത്തും വാളും ഇതൊക്കെ ഉണ്ടല്ലോ. പഴയ നിയമത്തിൽ ഇതിനെയൊക്കെ ദൈവത്തിന്റെ ജഡ്ജിങ് ഏജൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്, പണിഷിംഗ് ഏജൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്. इन सबको जो है पुराना नियम में परमेश्वर के नायक का तलवार के हिसाब से देखता था, ന്യായവിധിയായിട്ടാണ് കണ്ടിരുന്നത് उसका ഇതിനെ. नायक के हिसाब से देखता പക്ഷെ था. പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നത് लेकिन नया नियम पौलुस ഇത് कहता है, ന്യായവിധിയാന്നല്ല പറയുന്നത്, ये न्याय विधि नहीं ഇതൊക്കെ कहते, യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ശ്രമിക്കുന്ന പരീക്ഷകളാണെന്നാ പറയുന്നത്. वो बोलती ये सब जो मुझे यीशु के प्रेम से अलग करने वाला परीक्षा है. അതാ സ്നേഹിക്കുന്നവനും ഹല്ലേലൂയ നീ പ്രമാണം മാത്രം നോക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം. वो है प्रेम करने वाला और व्यवस्था देखने वालों का बीच का जो फर्क. ഇദ്ദേഹത്തിന് എന്താണെന്ന് അറിയും, ഇദ്ദേഹത്തിന് യേശുവിനോടുള്ള സ്നേഹത്തിൽ നീ ശക്തികളൊക്കെ എന്നെ വേർപിരിക്കാൻ ശ്രമിക്കുക. कि वो कहते कि यीशु के प्रेम से इससे शक्ति अलग करने देखते ശത്രു हैं. വരുമ്പോൾ എന്നെ വേർപിരിക്കാൻ ശ്രമിക്കുക. शत्रु जब आता है तो मुझे अलग करने പട്ടിണി देखते हैं. വരുമ്പോൾ എന്നെ വേർപിരിക്കാൻ ശ്രമിക്കുക. പറ്റത്തില്ല, ഞാൻ പോകത്തില്ല യേശുവിനെ വിട്ടിട്ട്. जब भूखमरी आता है तो मुझे अलग करने को देखते नहीं, ഈ मैं नहीं പരീക്ഷയിൽ जाएगा. ഞാൻ തോറ്റുപോകത്തില്ല. इस परीक्षा में मैं हारूंगा नहीं. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയത്, इसके लिए रोमियो 8 के अगले आयत में पौलुस നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. हमने जो हमें प्रेम किया उसके द्वारा इन सब में हमने पूरा जय को प्राप्त किया है. ജയം പ്രാപിച്ചെന്ന്, कि जय को प्राप्त किया. എതിലൊക്കെ ജയം പ്രാപിച്ചെന്ന്? किन चीजों में? എന്നെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ദൂരെ ആക്കുവാൻ ശ്രമിച്ച എല്ലാ അമേൻ. ശക്തിയിലും ഞാൻ ജയം പ്രാപിച്ചെന്ന്. तो क्या कहते कि यीशु के प्रेम से मुझे अलग करने वाले सारी शक्तियों पे मैंने जीत पाया है. മനസ്സിലാകുന്നുണ്ടോ? समझ में आ रहा है? आमीन. ഹല്ലേലൂയ. തൽവാർ വന്നു, तलवार आया, ഞാൻ ജയം പ്രാപിച്ചു. मैं जीत पाया. എങ്ങനെ ജയം പ്രാപിച്ചത്? कैसे जीत पाया? യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാ ജയം പ്രാപിച്ചത്. यीशु का जो प्रेम है उससे, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരമാ ജയം പ്രാപിച്ചത്. मुझसे जो प्रेम किया उसके द्वारा मैं ക്ഷാമം जीत पाया. വന്നു, പ്രശ്നം വന്നു, आकाल आया, समस्या आया, प्रतिकूल आया. എന്റെ സ്നേഹത്തിന് ഒരു കുലുക്കമില്ല കേട്ടോ. मेरे प्रेम में कोई फर्क नहीं आया. കേൾക്കുന്നുണ്ട്? कितने लोग ഒരു मुझे सुन रहे हैं? ശക്തിക്കും യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റുകയില്ല. कोई भी शक्ति मुझे यीशु के प्रेम से मुझे दूर नहीं कर सकता. ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചവന് मैं पूरा जय को प्राप्त किया हुआ है. ഞാൻ ഇവയിലൊക്കെയും പൂർണ്ണ ജയം मैं इन പ്രാപിച്ചിരിക്കുന്നു. सब में पूरा जय को प्राप्त किया है. ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഐ മോർ ദാൻ വിക്ടോറിയസ് എന്നാ. कुछ ट्रांसलेशन इस प्रकार लिखा है कि मैं I am more than victorious. मैं जीवन से बढ़कर हूँ. मैं जीवन से बढ़कर हूँ. हालेलुया. നിങ്ങൾ കേട്ടോ? Yes. ശൽഖമാന. Are you a struggling Christian? आप क्या स्ट्रगल करने वाला मसीह है? പാപത്തെ ജയിക്കാൻ പറ്റാതെ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരു വിശ്വാസിയാണോ? पाप को नहीं जीत पा रहा वैसा एक विश्वासी है. അയ്യോ എപ്പോഴും പ്രലോഭനം, हर बार परीक्षाएं, ഓരോരോ പരീക്ഷകൾ, अलग अलग परीक्षाएं, ഓരോരോ ടെംപ്ടേഷൻസ്, एक एक टेम्पटेशन, ഓരോരോ ചുനോത്തി, ഓരോരോ വെല്ലുവിളി. एक एक चुनौती, एक एक ജയിക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം.
जीतने के लिए एक मार्ग मैं आपको बताता हूँ। എന്താ ജയിക്കാനുള്ള മാർഗം? क्या है जीतने का मार्ग? യേശുവിന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിയും. यीशु के प्रेम को जानो, ആഴമായിട്ട് അവനെ ഒന്ന് സ്നേഹിക്കുക. गहराई में उसे प्रेम करो। ഇതൊരു പിരിയാ ബന്ധമാകട്ടോ. ये जो नहीं बदलने वाला बंधन ഇതൊരു है, പിരിയാ ബന്ധമാ. इससे कोई अलग नहीं कर सकता है। ഹല്ലേലൂയ. നമ്മൾ മലയാളത്തിൽ ഒരു പാട്ടുണ്ട് കേട്ടോ, എനിക്കറിയില്ല. हिंदी में से मलयालम में से പിരിയാ ബന്ധമാണ് ഇത് യുഗകാലം വരെയും. പിരിയാ ബന്ധമാണ് ഇത് യുഗകാലം വരെയും. कि ये युगों युग तक ये रिश्ते कभी को भी ना टूटने वाला एक बंधन है, एक प्यार का रिश्ता है, युगों युगों तक रहने वाले के रिश्ता. മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ ഓ മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി. മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. പിരിയാബന്ധമാണിതു, പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ള ദൈവമക്കളെ, മകൾ സ്നേഹപ്രഭയാണ്. പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. ബന്ധമാണിതു, പിരിയാബന്ധമാണിതു, പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാബന്ധമാണിതു, പിരിയാബന്ധമാണിതു, പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ദൈവമക്കളെ, എത്രമാത്രം ഇന്ന് പകൽക്കാലം പറയും ഹല്ലേലൂയ. കർത്താവ് ഇതൊരു പിരിയാത്ത ബന്ധമാണ്. कितने लोग आज कहेंगे प्रभु ये नाप सफेद होने वाला बंधन है। ബാക്കി എല്ലാ ബന്ധങ്ങളും കല്ലറ കൊണ്ട് തീരുന്നത് കേട്ടോ. सारे बाकी के जो रिश्ते हैं कब्र में सीमित खत्म हो जाता है। യുഗാനുയുഗം നിലനിൽക്കുന്ന ഒരു ബന്ധമേ ഉള്ളൂ, ये യേശുവുമായിട്ടുള്ള युगा युग रुकने वाला एक रिश्ता है। ബന്ധം. ഹല്ലേലൂയ. हालेलुया। യേശു നിങ്ങളോട് ചോദിക്കുന്നത്, നീ എത്ര എന്നെ സ്നേഹിക്കുന്നെന്ന്. यीशु तुमसे पूछते हैं तुम मुझसे कितना प्रेम करते हो। പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. पौलुस इस प्रकार प्रार्थना करते हैं। എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? एफेसियों में पौलुस ने क्या प्रार्थना किया? ദൈവസ്നേഹത്തിന്റെ ആഴം നിങ്ങൾ അറിയണം. हमें परमेश्वर के प्रेम की गहराई നീളവും हम जानना है। വീതിയും അളക്കാൻ പറ്റാത്ത ദൈവസ്നേഹത്തിന്റെ ആഴം. उसकी गहराई और जो सीमा को जो नाप नहीं सकते वैसे जो അങ്ങനെ വാക്യം കേട്ടോ, നീളവും വീതിയും അളക്കാൻ പറ്റാത്ത
ദൈവസ്നേഹത്തിന്റെ ആഴം നിങ്ങൾ അറിയണം. उस प्रकार कहते जो नाप नहीं सकते उस वो प्रेम को आपको जानना है. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? हमारा समस्या क्या है? ആ ദൈവസ്നേഹം എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. वो परमेश्वर का प्रेम को हमने अभी तक जाना नहीं. आमीन. സ്നേഹത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, यीशु मसीह का प्रेम का जो ज्ञान अगर हमें मिल जाए, ഞാൻ രഹസ്യം പറഞ്ഞു തരാം. मैं आपको एक रहस्य बताता हूँ ആദ്യ പിതാക്കന്മാർക്ക് അവൻ എലിയോൻ എലോഹിയൊക്കെ ആയിരുന്നെങ്കിൽ, कि पहला पिताओं का अगर वो एलियोन एलोही है तो അഡോനായി ആയിരുന്നെങ്കിൽ, अदोनाई था, യാഹേ ആയിരുന്നെങ്കിൽ, याहे था, പുത്രനായിരുന്നെങ്കിൽ, पुत्र था, പുതിയ നിയമത്തിൽ തെളിഞ്ഞും വെളിപ്പെട്ടു നിൽക്കുന്ന എന്താണെന്നറിയാമോ? कि नया नियम में प्रकट होके क्या खड़ा? आमीन. ഭയങ്കര സ്നേഹമാണ്. वो है प्रेम. आमीन. आमीन. സാധാരണ സ്നേഹമാണ്. असाधारण प्रेम है. ഇനി പൗലോസിന്റെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. अभी पौलुस की बातों को ध्यान देना. പൗലോസ് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ പരിജ്ഞാനം എനിക്ക് പ്രാപിക്കണം എന്നാണ്. Yes, yes, hallelujah. മനസ്സിലാകും. पौलुस इस प्रकार कहते हैं कि परमेश्वर की प्रेम के जो गहराई को मुझे जानना है. ഈ പൗലോസിന്റെ ചില വൊക്കാബുലറീസ് അങ്ങനെ കേട്ടോ. पौलुस की वोकैबुलरी इस प्रकार है. പൗലോസ് ഒരിക്കൽ പറഞ്ഞു സകല ബുദ്ധി ഓ ശേഖമന റംതന ജുബാ നഗടക ശേഖമന റംതന. പ്രാർത്ഥിച്ചിട്ട് ഈ മക്കളെ आप लोग प्रार्थना करें. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, पौलुस इस प्रकार कहा സകല ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനമുണ്ട്. कि सारे बुद्धियों को पार करने वाला एक शांति है. പക്ഷെ അതേ പൗലോസ് പറഞ്ഞ വേറൊരു സെന്റൻസ് ആണ്, वही पौलुस ने दूसरा एक बात कहा സകല ബുദ്ധിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്നേഹമുണ്ട്. कि सारी बुद्धि को नहीं समझने वाला एक प्रेम है. എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്കാണത് കേട്ടോ. एफेसियन में इस प्रकार कहता है ഒരു വല്ലാത്ത സ്നേഹമാണ്. एक अलग प्रेम है. वो നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങാത്തൊരു സ്നേഹം. हमारा बुद्धि में नहीं समझने वाला वो प्रेम है. അത് നമ്മൾ അറിയണമെന്ന്. वो हमें जानना है. യേശുവേ നിന്നെ അറിയുവാൻ, നിൻ സ്നേഹത്തിനാഴം അറിയുവാൻ, ഓ എൻ യേശുവേ നിന്നെ അറിയുവാൻ, നിൻ സ്നേഹത്തിനാഴം അറിയുവാൻ, യേശുവേ നിൻ ക്രൂശിനെ അറിയുവാൻ, ആ ക്രൂശിലെ സ്നേഹത്തെ എനിക്കൊന്നറിയുവാൻ, ആഴമായി 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 നിന്നെ സ്നേഹിപ്പാൻ. എല്ലാ ദൈവങ്ങളെ എഴുന്നേറ്റ് खड़े हो जाइए. യേശുവേ നിന്നെ അറിയുവാൻ, നിൻ സ്നേഹത്തിനാഴം അറിയുവാൻ, यीशु तुझे जानने के लिए, तेरे प्रेम की गहराई को जानने के लिए, നിന്നെ അറിയുവാൻ, यीशु तुझे जानने के लिए, സ്നേഹത്തിനാഴം അറിയുവാൻ, तेरे प्रेम की गहराई को जानने के लिए, ആഴമായി 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 അറിയുവാൻ, गहराई में जानने के लिए, ക്രൂശിലെ സ്നേഹത്തെ അറിയുവാൻ. क्रूस की जो प्रेम को जानने के लिए. എത്ര പെട്ടെന്ന് പ്രാർത്ഥിക്കും യേശുവേ, कितने लोग प्रार्थना करेंगे यीशु അകത്തെ കണ്ണുകളെ തുറക്കണമേ. मेरे अंदर की आंखों को तू ആ खोल. റെവലേഷൻ എനിക്കൊന്ന് വേണം. वो प्रकाशन मुझे चाहिए. വചനം പറയുന്നു, वचन कहता है, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. वचन कहते हैं जो परमेश्वर का प्रेम नहीं करते वो Oh, शापित the है. one who do not kiss your Lord, he is cursed. जो परमेश्वर को चुंबन नहीं करते वो शापित है. പുത്രനെ ചുംബിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. है जो पुत्र को चुंबन नहीं किया वो शापित है. ഹൽക്കശകവനരംധനെ. മോശ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് ലിമിറ്റഡ് ആയിട്ട് പ്രാപിച്ചതാണ്. कि मूसा जो पुत्र के बारे में जो प्रकाशन है वो सीमित में ഒരു पाया. പടി കൂടെ കഴിഞ്ഞ് ദാവീദ് ആ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചു. एक समय के बाद दावीद को उसके बारे में ज्यादा मालूम पड़ा. ദാവീദ് പറഞ്ഞു പുത്രനെ ചുംബിക്കണം, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കണം. कि दावीद ने कहा कि पुत्र को चुंबन करना है कि रास्ते में तू नाश ना പക്ഷേ हो. മോശയുടെ വെളിപ്പാടല്ല, मूसा का जो प्रकाशन नहीं, ദാവീദിന്റെ വെളിപ്പാടല്ല, दावीद का प्रकाशन नहीं, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത പ്രാപിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഓ ഹല്ലേലൂയ, നീ ശപിക്കപ്പെടാതിരിക്കണമെങ്കിൽ നീ പുത്രനെ ചുംബിക്കണമെന്ന്. कि मूसा नहीं, दावीद नहीं, परमेश्वर यीशु मसीह के बारे में गहराई में प्रकाशन मिला हुआ पौलुस इस प्रकार कहते हैं तू नाश नहीं होने के पुत्र को चुंबन करना है. പുത്രനെ ചുംബിക്കാൻ തയ്യാറാ. कितने लोग पुत्र को चुंबन करने को तैयार है. മഗ്ദലക്കാരത്തി മറിയെ ചുംബിക്കാൻ ശ്രമിച്ചതുപോലെ कि मग्दलकारी मरियम ने जिस प्रकार चुंबन दिया, ഹൽക്കന്ദന രഗദൽപംതന എത്ര പേർ ചുംബിക്കാൻ തയ്യാറാ. कितने लोग चुंबन देने तैयार है. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ല, मुझे कुछ मिलने के लिए नहीं, എനിക്കൊന്നും വേണ്ട, मुझे कुछ नहीं എനിക്ക് चाहिए. യേശു
യേശു മതി, मुझे यीशु बस, എനിക്ക് എൻ്റെ യേശു മതി, मुझे मेरा यीशु बस, യേശുവിന്റെ സ്നേഹം മതി, यीशु का प्रेम ഓ, बस, എനിക്കൊന്നും വേണ്ട. मुझे कुछ नहीं चाहिए. ജുബാനരക കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के ജുബാനരക परमेश्वर ശക്തി, വലിയ ദൈവാത്മാവിന്റെ ശക്തി ഞാൻ അനുഭവിക്കുക. ഓ ജമാനക ശൽഖമനരംദനെ ജുബദൽ പംദാനക ശൽഖമനരഗദലെ കരങ്ങളെ അടിച്ച് കർത്താവിനെ हाथ ताली സ്തുതിച്ചാട്ടെ. बजा के परमेश्वर को ആഴമായി धन्यवाद. ആഴമായി സ്നേഹിക്കുവാൻ, യേശുവേ നിന്നെ സ്നേഹിക്കുവാൻ എത്ര പേർ കർത്താവേ എനിക്ക് നിന്നെ ആഴമായി कितने സ്നേഹിക്കണം, लोग कहेगा प्रभु मुझे तुझे गहराई में प्रेम करना है. മറ്റാരെക്കാൾ നിന്നെ സ്നേഹിക്കുവാൻ, किसी और से तुझे ज्यादा प्रेम करने के लिए, മറ്റാരെക്കാൾ നിന്നെ സ്നേഹിക്കുവാൻ. किसी और से तुझे ज्यादा प्रेम करने के लिए. ഹല്ലേലൂയ. എന്താ വചനം പറയുന്നത് അറിയാമോ? वचन क्या कहता है? വചനം പറയുകയാണ് ആ സ്നേഹത്തിന്റെ ആഴം, ആ സ്നേഹത്തിന്റെ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. एफेसियर 3 में इस प्रकार लिखा है. ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ. ഹലോ ഹലോ, ആ വൊക്കാബുലറി നിങ്ങൾ ശ്രദ്ധിച്ചുവോ? There is a kind of love which passed all our understanding. Amen. It's not just the peace of God, but the love of God. Amen. Hallelujah. സമാധാനം മാത്രമല്ല, केवल शांति ही नहीं, സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം മാത്രമല്ല, सारे बुद्धि को पार करने वाला शांति ही नहीं, നമ്മുടെ പരിജ്ഞാനത്തിൽ ഒതുങ്ങാത്ത, हमारे जो परिज्ञान में नहीं बचने वाला, നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത हम जो नहीं समझ सकते वैसा ഒരു ദൈവ സ്നേഹത്തിന്റെ ആഴമുണ്ട്. वो परमेश्वर प्रेम की गहराई है. ആഴമറിഞ്ഞവൻ वो गहराई को അവൻ जाना വിളിച്ചു हुआ, പറയും, वो पुकार के कहता है, ആപത്ത് വരട്ടെ, വാള് വരട്ടെ, तलवार आए, സങ്കടം വരട്ടെ, संकट आए, പരിഹാസം വരട്ടെ, निंदा आए, പിശാച് വരട്ടെ, शैतान आए, പക്ഷേ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. लेकिन यीशु के प्रेम से मुझे कोई भी अलग नहीं कर सकता. Nothing, ഒന്നിനും പറ്റത്തില്ല. किसी वस्तु नहीं. എന്താ കാരണം? कारण क्या है? I'm madly in love with Jesus. मैं परमेश्वर से बहुत प्रेम करता I'm हूँ madly in love with Jesus. कि वो मुझसे बहुत प्रेम Are करता you है. madly in love with Jesus? क्या तुम परमेश्वर से प्रेम करते हो? क्या यीशु के साथ में जो प्यार में अगर आप पागल हो गया, अदुनी यीशु ने स्नेह से प्रार्थनायाल, यीशु के साथ में जो प्यार में आपको पागल होना है, ये यीशु ने वो स्नेह मनुष्य के मनरंधने जुबशक everybody worship him हर एक जन आराधना करे. भूले बत्तल पंशल के मैंने. The question is not how much you believe in Jesus. सवाल ये नहीं तू इस पे कितना विश्वास करता है. The question is not सवाल ये नहीं है how long you pray. कितना तू Hallelujah. प्रार्थना The करता है. question is not सवाल ये नहीं है how you are worshiping him. तू कैसे उसे The आराधना करते. question is ये सवाल है, do you love him? क्या तू उसे प्रेम करता Do है? you love him? क्या तू उसे प्रेम करता है? ओ माशकमाना, आपको प्रभु का आत्मा आज पूछने वाला सवाल क्या है मालूम है? ഇന്ന് ദൈവം നിന്നോട് എന്തോ ചോദിക്കാൻ അറിയാമോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? तू मुझसे प्रेम करते है क्या? അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുക, पौलुस प्रार्थना करता है, വിശ്വാസികൾ അറിയണം, विश्वासी लोग जानना है നീളവും ആഴവും വീതിയും ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത, गहराई ऊंचाई चौड़ाई लंबाई नहीं जान सकता वैसा സകല പരിജ്ഞാനത്തെ കവിയുന്ന, सारे सारे समझ को पार करने वाला, सारे समझ को पार करने वाला, എല്ലാ പരിജ്ഞാനത്തെ കവിയുന്ന सारे समझ को पार करने वाला, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ मसीह के प्रेम को जानना നിങ്ങൾ പ്രാപ്തരായി തീരണം. आपको प्राप्त होना है. നമുക്കൊരു കപ്പാസിറ്റി വേണമെന്ന്. हमें कैपेसिटी चाहिए. യേശുവിന്റെ സ്നേഹത്തെ കുഞ്ഞുങ്ങളെ, ദൈവമക്കളെ, you know why you are struggling in your Christian life. आपको पता है आप क्यों स्ट्रगल कर रहे मसीह जीवन में? എന്താ നിങ്ങൾ ക്രിസ്ത്യൻ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് അറിയാമോ? आपको पता है आप क्यों मसीह जीवन में संकट उठा रहे हैं? ക്രിസ്തുവിന്റെ സ്നേഹത്തിന് ആഴം അറിയേണ്ടതുപോലെ നിങ്ങൾ हमें- അറിഞ്ഞിട്ടില്ല. आज तक आपने प्रभु यीशु मसीह के प्रेम की उस गहराई को नहीं जाना है. That's my problem, that's your problem. वो Hallelujah. मेरा और आपका समस्या है. നമ്മുടെ പ്രശ്നമാണ്. हमारा समस्या वो है. ഹൽക്കന്തനരഗതൽ, നമ്മൾ മറ്റു പലതിനെയും യേശുവിനെക്കാട്ടിൽ കൂടുതൽ സ്നേഹിക്കുന്നു. हम काफी और चीजों को यीशु से ज्यादा प्रेम करते हैं. സത്യമാണോ? सच्चाई है क्या? യേശുവിനെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾ മറ്റു പലതിനെ സ്നേഹിക്കുന്നു. यीशु से ज्यादा बहुत सारी चीजों को प्रेम करता है.
ഇന്ന് നിങ്ങളുടെ പ്രയോറിറ്റി ഒന്ന് മാറട്ടെ. आज आपका जो प्रमुखता जरा बदले. ഹല്ലേലൂയ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ എന്നൊന്ന് വിളിച്ചു പറയാൻ തക്കോണം. मैं तुझसे प्रेम करते हुए सब बोलने तक. ഓ ഹദൽ പന്തനെ രഗജഗർഷന്തനെ. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയും, കർത്താവേ എനിക്ക് മറ്റെന്തിനേക്കാൾ അധികം നിന്നെ സ്നേഹിക്കണം. कितने लोग हाथ उठाकर बोले प्रभु मुझे और किसी से ज्यादा तुझसे प्रेम करना Can है. you check your priority? क्या आपकी प्रायोरिटी को चेक कर Can you सकते check हैं? your priority? क्या आप आपकी प्रायोरिटी को चेक कर सकते हैं? നിങ്ങൾ എന്തിനെയാണ് ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? आप किसको किया सबसे ज्यादा प्रेम करता है? ഏറ്റവും അധികം സ്നേഹിക്കുക എന്നത് മാത്രമല്ല, ये सबसे ज्यादा प्रेम करते हो नहीं. ഒരുപക്ഷെ നിങ്ങൾ യേശുവിനെ ആയിരിക്കാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. हो सकता है आप यीशु को सबसे ज्यादा प्रेम करते हो. പക്ഷേ യേശു നിങ്ങളെ എത്രയും സ്നേഹിച്ചെന്നുള്ളതിന്റെ ആ ഒരു വലിപ്പം, അതിന്റെ ആഴം, നീളം, വീതി നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കർത്താവേ എനിക്ക് കൃപ തരണം, എനിക്ക് പ്രാപ്തി തരണം. ക്രൂശിലെ സ്നേഹത്തിന്റെ, യേശുവിന്റെ സ്നേഹത്തിന്റെ നീളം, ആഴം, ആഴം, വീതി അറിയാനുള്ള കൃപ എനിക്ക് വേണം, എനിക്ക് വേണം. आपका प्रेम ही नहीं, लेकिन उससे बढ़कर यीशु आपसे कितना प्रेम करते हैं, उसकी प्रेम की जो समझ है, उसकी चौड़ाई को, उसकी लंबाई को, उसकी ऊंचाई को, उसका हालेलुया, उसे जानने के लिए जो अनुग्रह है, जो वो आपको परमेश्वर से मांगना है. പൗലോസിനോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. पौलुस के साथ हम भी प्रार्थना ഈ करते हैं ദിവസങ്ങളിൽ इन दिनों में. यस കർത്താവേ, ദൈവസ്നേഹത്തിന്റെ Yes, Lord. നീളവും വീതിയും അറിയാനുള്ള, ഞങ്ങളുടെ പരിജ്ഞാനത്തിന് ഒതുങ്ങാത്ത ആ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് തരണമെന്ന്. पौलुस के साथ हम भी प्रेम करते हैं. प्रभु तेरे प्रेम की गहराई को, ऊंचाई को, लंबाई को जान पाए, वैसे समझ हमें तू दे. ഇത് ബുദ്ധിക്ക് ഒതുങ്ങാത്തതാ. ये तो मेरे बुद्धि में ഇത് सीमित नहीं होने ബുദ്ധിക്ക് वाला है. ഒതുങ്ങാത്തതാ. ये बुद्धि में बैठने वाला नहीं है. ബുദ്ധിക്ക് ഒതുങ്ങാത്തതാ. ये मेरे बुद्धि में बसने वाला नहीं പാടി है. ആരാധിച്ചാട്ടെ. गीत गा के आराधना करें. ഓ ജമാനകൾ. യേശുമതി അസ്നേഹമതി അക്രൂശുമതി എനിക്ക് യേശുമതി അഹിതമതി നിത്യജീവമതി എനിക്ക് യേശുമതി അസ്നേഹമതി അക്രൂശമതി എനിക്ക് യേശുമതി ലളിതമതി നിത്യജീവമതി എനിക്ക് എനിക്കെന്റെ ആശ്രയം യേശുവത്രേ സർവശക്തനാമൻ യേശുവത്രേ ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ എനിക്കെന്റെ ആശ്രയം യേശുവത്രേ സർവശക്തനാമൻ യേശുവത്രേ ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ യേശു മതി അസ്നേഹം മതി അക്രൂശ് മതി എനിക്ക് യേശു മതി ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി അസ്നേഹം മതി അക്രൂശമതി എനിക്ക് യേശു മതി ലളിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി സ്നേഹം മതി അക്രൂശ് മതി എനിക്ക് യേശു മതി ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് അങ്ങയെ അയച്ചാഹാരം തരൂ ആവശ്യമെല്ലാം നടത്തി തരും നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ കാക്കയെ അയച്ചാഹാരം തരും ആവശ്യമെല്ലാം നടത്തി തരും നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ യേശു മതി അസ്നേഹം മതി അക്രൂശമതി എനിക്ക് യേശു മതി ലളിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി അസ്നേഹം മതി അക്രൂശമതി എനിക്ക് യേശു മതി ലളിതം മതി നിത്യജീവൻ മതി എനിക്ക്
സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ബലിദം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ബലിദം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ബലിദം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ബലിദം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ബലിദം മതി, നിത്യജീവൻ മതി എനിക്ക്. അങ്ങയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശു മതിയായവൻ. അങ്ങയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ബലിദം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ബലിദം മതി, നിത്യജീവൻ മതി എനിക്ക്. मेरी आत्मा को चंगा किया, उसने कागज से मिला. मेरी आत्मा को चंगा किया. यही होके किनारे आज मुहा पड़ा. यही होके किनारे आज मुहा पड़ा. यही होके किनारे आज मुहा पड़ा. उसने कागज से मिला. यीशु यीशु यीशु, मैंने उससे पा लिया. यीशु यीशु यीशु, मैंने उससे पा लिया. यीशु यीशु यीशु, मैंने उससे पा लिया. मैंने यीशु को पा लिया. यीशु यीशु, मैंने उससे पा लिया. यीशु यीशु यीशु, मैंने उससे पा लिया. यीशु यीशु यीशु, मैंने उससे पा लिया. मैंने यीशु को पा लिया. उसने कागज से तेल मिला. मेरी आत्मा को चंगा किया. उसने कागज
for thee. Nothing is too difficult 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 for thee. Great and mighty God, great in counsel and mighty indeed. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for thee. 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 Great and mighty God, great in counsel and mighty indeed. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for thee. 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 Oh, great and mighty God, great in counsel and mighty indeed. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for thee. അസാധ്യമായതില്ല ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഇല്ല, ഇല്ല, അസാധ്യമായതില്ല ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. അസാധ്യമായതൊന്നുമില്ല. 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 സർവശക്തിയൊന്നുമില്ല. അസാധ്യമായതൊന്നുമില്ല. 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 സർവശക്തിയില്ല. അസാധ്യമായതില്ല ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഇല്ല, ഇല്ല, അസാധ്യമായതില്ല ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഇല്ല, ഇല്ല, അസാധ്യമായതില്ല ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഇല്ല, ഇല്ല, അസാധ്യമായതില്ല ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. Nothing is too difficult for thee. 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 Oh, great and mighty God, great in counsel and mighty indeed. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for thee. Nothing, nothing, absolutely nothing, nothing is too difficult for
Nothing is too difficult for Thee. Wonderful Jesus, we come to your holy presence. Thank you for touching us, Lord. Hallelujah. हमसे बात की इसके लिए धन्यवाद देते हैं प्रभु जी। अब हमसे बात की इसके लिए धन्यवाद देते हैं प्रभु जी। നീ ഞങ്ങളോട് സംസാരിച്ചതായി സ്തോത്രം ചെയ്യുന്നു നാഥാ. हमें आपका प्यार का हालेलुया गहराई को और जानना है। എന്റെ കർത്താവ് നിന്റെ സ്നേഹത്തിന്റെ ആഴം ഞാൻ അറിയാൻ നിന്നെ സഹായിക്കണമേ. आप नहीं कर पाएगा उस प्यार को, അളക്കാൻ പറ്റാത്ത നിന്റെ സ്നേഹം, सारे समझ को प्यार पार करने वाला उस प्यार को, എല്ലാ ബുദ്ധിയും കവിഞ്ഞു പോകുന്ന സ്നേഹം, हमें जानना है, हमें समझना है प्रभु जी। ആ സ്നേഹം ഞങ്ങൾക്ക് അറിയണം, അത് അനുഭവിക്കണം നാഥാ. उसके लिए हमें सामर्थ्य बनाओ, हमें ताकत दे दीजिए। അതിനുവേണ്ടി ഞങ്ങളുടെ കൃപയിൽ നിറയ്ക്കണമേ. प्यार से कोई भी हमें हालेलुया अलग नहीं कर पाएगा। നിന്റെ സ്നേഹത്തിന് ആർക്കും ഞങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. हम सबको समर्पण करते हैं। ഞങ്ങൾ എല്ലാവരും സമർപ്പിക്കുന്നു. जितने लोग आज इस वचन सुन के निर्णय लिया, ഈ വചനം കേട്ട് എത്ര പേര് ഇന്ന് ഒരു നിർണയം എടുത്തു? हर व्यक्ति के जीवन में എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ നാഥാ आज से एक बहुत बड़ा एक परिवर्तन आप करने वाले देने वाले इसके लिए धन्यवाद। ആ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഒരു വ്യത്യാസം വരുത്താൻ പോകുന്ന സ്തോത്രം ചെയ്യുന്നു. आत्मा मुझे कह रहे, പരിശുദ്ധാത്മാവ് പറയുന്നു, when you understand the love of Jesus, നീ യേശുവിന്റെ സ്നേഹം അറിയുമ്പോൾ, जब यीशु का प्यार को सही में आप समझ पाएगा, യേശുവിന്റെ സ്നേഹത്തെ യഥാർത്ഥത്തിൽ നമ്മൾ അറിയുമ്പോൾ, that will totally change your life. അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റും. प्रभु का आत्मा मुझे कह रहे, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, आप और आपका परिवार में, आपका इंटरपर्सनल रिलेशनशिप में, सभी मंडली में बहुत बड़ा चेंज होने वाला है। നീ हालेलुया। ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹം അറിയുമ്പോൾ നിന്റെ ഫാമിലി ബന്ധത്തിലെ എല്ലാ റിലേഷൻസിനെ അത് ചേഞ്ച് ചെയ്യും. in some families ചില കുടുംബങ്ങളിൽ जहां मेल नहीं है, जहां हालेलुया एक क्या बोलते हैं हालेलुया, एक अच्छा हालेलुया रिश्ता नहीं है, ചില കുടുംബങ്ങളിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തടത്ത് प्रभु का आत्मा मुझे कह रहे, ദൈവത്തിന്റെ ആത്മാവിനോട് सही പറയുന്നു, में यीशु का प्यार को जानेगा, യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞാൽ उस परिवार के अंदर मेल होने वाला है। ആ കുടുംബത്തിൽ ആ റിലേഷൻസ് ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കുടുംബ ബന്ധം, तुम जो चाहते हैं वैसा कुटुंब का रिश्ता, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ अगर तुम जो चाहते हैं वैसा प्रेम अगर कुटुंब में प्रकट होना है तो ദൈവത്തിന്റെ ആത്മാ പറയുന്നു परमेश्वर की आत्मा कहता നിങ്ങളുടെ है വീട്ടിൽ ഉണ്ടാകുമെന്ന്, तुम्हारा घर में होगा, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുമെന്ന്, पति पत्नियों के बीच में होगा, മക്കളുടെ അമ്മയപ്പന്മാരുടെ ഇടയിൽ ഉണ്ടാകുമെന്ന്, कि माता पिताओं के बीच में होगा. അതുണ്ടാകണമെങ്കിൽ अगर वैसा होना है तो നിങ്ങൾ യേശുവിന്റെ സ്നേഹത്തിന്റെ പരിജ്ഞാനം ഒന്ന് പ്രാപിക്കുക। आपको यीशु मसीह का प्रेम के ऊपर ज्ञान को जानना ദൈവത്തോട് है. ഇത് ബാക്കി കർത്താവ് ചെയ്തോളുമെന്ന്, वो आप जानेंगे तो बाकी परमेश्वर करेगा. ബാക്കി റീകൺസിലേഷന്റെ വർക്ക് കർത്താവ് ചെയ്യുമെന്ന്, बाकी जो रिकंसिलिएशन मेल मिलाप का जो काम है वो परमेश्वर करेगा. കുടുംബങ്ങളിൽ അത് സംഭവിക്കുമെന്ന്, वो कुटुंबों में होगा. ഉടഞ്ഞുപോയ അകന്നുപോയ വ്യക്തി ബന്ധങ്ങളെ കർത്താവ് അടുപ്പിക്കുമെന്ന്, जो टूट गया जो दूर हो गया वो रिश्तों को परमेश्वर फिर से स्थापित ആമീൻ करेगा. പറഞ്ഞ് സ്വീകരിച്ചട്ടെ। वो आमीन बोल के स्वीकार करो. താങ്ക് യു ജീസസ്। धन्यवाद प्रभु. കർത്താവ് നീ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം। परमेश्वर तू कर रहे इसके लिए धन्यवाद. സകലമാന മഹത്വത്തോടെത്തക്ക് सारा महिमा तुझे യേശു ക്രിസ്തുവിൻ നാമത്തിൽ यीशു मसीह के नाम से. ആമേൻ ആമേൻ Amen. ആമേൻ। പ്ലീസ് ബി സീറ്റഡ്।